Hello guys, welcome to Thumbs Reaction. ஸோ இது வந்து சண்டே, எஸ் சண்டே, அதனால் வந்து வழக்கம் போல் ஒரு மலையாள மூவி தான் பார்க்க போகிறோம். என்ன மூவினா, சரி இந்த படமும் நம்ம ரீசெண்டாக வாட்ஸ்அப் சேனலில் போலில் போட்டிருந்தோம். ஸோ செகண்டாக வந்துடுச்சு அப்படியா? ஸோ இந்த படம் வந்து நான் பார்க்கறதுக்கு மெயினான ரீசன் வந்து ஃபேவரட் ஆக்டர் தெரிஞ்சாரு. நீ எல்லாருமே ஃபேவரட், சில பேரை தான் நான் சொல்லுவேன். ஸோ இனி நான் பார்க்க வர மூவி என்ன அப்படின்னு பார்த்தீங்கன்னா மதுரம், which means sweet. ஸோ இந்த படத்தை யார் டைரக்ட் பண்ணியிருக்கா பார்த்தீங்கன்னா அஹ்மத் கபீர். ஸோ இந்த படத்தோட ஸ்டோரி வந்து இவர் தான் பண்ணியிருக்காரு. ஸோ இந்த படத்தோட கேஸ்டிங் யார் பார்த்தீங்கன்னா ஜோஜி ஜார்ஜ், ஸ்ருதி ராமச்சந்திரன், அர்ஜுன் அசோகன், நிக்கிலா மிவல். சாங்ஸ் வந்து 2 மியூசிக் டைரக்டர் இருந்தார். கோவிந்தா தான் இவரு தான் வந்து இந்த படம்டா ஹிருதயம் இருக்குல்ல, அதில் மியூசிக் டைரக்டர் தான். ரெண்டுமே வெயிட் குஷி அந்த ரோஜா அந்த சாங், ஹிருதயம் இவர் கொஞ்சம் வெயிட் கைறாரு. 2 பேருமே ஸ்கோர் பேக்ரவுண்ட் ஸ்கோர் கோவிந்தாஸ் தான் பண்ணியிருக்காரு. ஓகே, ஸோ வந்து இது ரொமான்டிக் ட்ராமா. ஓகே, இரண்டு லவ். ஸோ ஓகே ஸோ இதான் அந்த பற்றி கேஸ்டிங் வந்து எல்லாமே. ஸோ நம்ம மதுரம் ரியாக்ஷன். எல்லாம் இதுதான் மோகன்லால் மம்முட்டி எல்லாம் வரும். டாம் க்ரூஸ் கூட வரும்போது ஜோஜோ வந்து ரொமான்டிக்காக பார்த்துருக்கோம். ரொமான்டிக் இல்லை எல்லாத்துலேயுமே ஒரு மாதிரி பயங்கரமான கேரக்டர்ஸ் தான். எல்லாம் 4 பேர் அடிக்கிற மாதிரி. அப்போ 10 இது பார்த்துருக்கோங்க ஆல்ரெடி. இதே டைலாக் தான் போனோம். குஜராத்தி ஸ்வீட் ஷார்ப்பா இருந்துச்சு. സ്പെഷ്യൽ ബിരിയാണി. ബിരിയാണിയാ എനിക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി. വൈറ്റ് ബിരിയാണി പായസം കണ്ടെന്താ அந்த சேமியா பாயസം இருக்குல்ல, ഞാനേ കപ്പലിൽ പോകുന്നതാണ്. കടൽ കണ്ട് പേടിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ ചേട്ടൻ ആരെങ്കിലും വരുന്നതിന് മുമ്പ് ബിരിയാണി കഴിച്ച് വഴി ആഘോഷിക്കാം. ഇത്രയല്ലേ ഉള്ളൂ, അവർക്ക് കൊടുക്കാറുള്ളതില്ല. ഈ ബർത്ത്ഡേ നമ്മൾ ഇരുട്ടത്ത് ആഘോഷിച്ചു. അടുത്തത് എല്ലാവരും വിളിച്ചത് ആഘോഷിക്കാം. ഓർക്കോ எந்த படத்தில் பார்த்தோம்? இது பூக்காலமா? ஜோஜி கை நீட்டி கமலே போந்துட்டு. எவ்வளோ நாள் ஆச்சு உங்களை பார்த்து பழக்கம். இவனுக்கு ஜோடியா? சாம்பார் தமிழ் பொழுதுறாங்க. ஒரு சாம்பார் வச்சுட்டு ஏன்னா பாரு இருக்கும். ആന്റണി ജോസഫിന്റെ ബൈസ്റ്റാൻഡർ ബേബി നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് എത്തേണ്ട. രാജി ചിത്ര പറഞ്ഞാളാ എങ്ങനെ നോക്കി? ഉണങ്ങ വേറെ സാവുവേ ഇന്ന് ചിത്രയുടെ പറഞ്ഞാളാ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. അടിപൊളി. ബൈസ്റ്റാൻഡർ സിസ്റ്റർ ചിത്രയുടെ പറഞ്ഞാളാ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്.
ഒരു 5 മിനിറ്റ് വരണേ, ഞാനിപ്പോ റെഡി ആക്കാം. கேட்டு முட்டுதுண்ணா போயிட்டானா அவன் அடிடா மாதூராய் അപ്പൊ ഒരു സെക്കൻഡ് വണ്ടി ഒന്ന് എടുക്കട്ടെ. എവിടാടാ? ഞാനേ ഭക്ഷണമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. അല്ല അപ്പന്റെ ലീവിന്റെ കാര്യം എന്തായി? കൊടുത്തിട്ടുണ്ടടാ, കിട്ടാൻ പാടാ. അപ്പൊ എങ്ങനെ വരാൻ നോക്കപ്പാ? എനിക്കിവിടെ ഒറ്റക്ക് പറ്റുന്നില്ല. സർജറി ഡേറ്റ് 2 ദിവസത്തിനുള്ളിൽ പറയാന്ന് പറഞ്ഞിട്ട് അതിനൊരു അഡ്രസ്സും ഇല്ല. അപ്പോഴേ ഞാൻ അപ്പൻ്റെ അടുത്ത് പറഞ്ഞല്ലേ വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കാന്ന്. എടാ നീ ഇതെന്തറിഞ്ഞിട്ടാ? നിനക്ക് നമ്മുടെ സണ്ണി ചേട്ടൻ്റെ കാര്യം അറിയില്ലേ? ബാക്കിയുള്ളവരെല്ലാം കൈയൊഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സർക്കാർ ആശുപത്രി ആവുമ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അത് നീ അങ്ങ് സഹിച്ചേക്ക്. എന്റെ പൊന്നപ്പാ, എനിക്ക് അതൊരു പ്രശ്നമില്ല. എങ്ങനെയല്ലേ രോഗം മാറി കിട്ടിയത്. നീ ടെൻഷൻ അടിക്കണ്ട, സർജറി ഒക്കെ കറക്റ്റ് സമയത്ത് നടന്നോളും. ചെറിയില്ലേ കൂടെ? ഇല്ല. ഈ ഓട്ടത്തിനിടയ്ക്ക് നീ അവളുടെ കാര്യം മറന്നുപോല്ലേ? എന്റെ അപ്പ ഇവിടെ സൈറ്റ് വിസിറ്റും ഹോസ്പിറ്റലായിട്ട് നിന്നിരാ സമീപിക്കാം. അപ്പൊ ഞാനേ ട്രാഫിക്കിൽ ഞാൻ വിളിക്കാം. சரி நிறுத்திட்டு பேசுனா இங்க இந்த டைப் கூட ஏத்திட்டு போயிருக்காங்க. ഈ 4 പേഷ്യന്റ് ஹேண்ட் ஃப்ரீ பேசுறது தான் அது வச்சிராங்க അവരുടെ കൂടെ ഒന്ന് നോക്കിട്ട് വരാം. இந்தியன் பிரணயக்கதை பார்க்கலாம். ചേട്ടാ ചെല്ല്, നിക്കല്ലേ, അങ്ങനെ നിക്കല്ലേ. റിപ്പോർട്ട്സ് കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യണ കാര്യം പറയാം. സിസ്റ്ററെ ഫോണിലാണ്. അല്ല സോറി, അവിടുന്ന് പറഞ്ഞു ഇവിടുന്ന് ഒരു ഫോം ഫില്ല് ചെയ്യാൻ. ഞാൻ വിളിക്കാട്ടോ. പറ പേരും അഡ്രസ്സും. താജുദ്ദീൻ വലിയ പറമ്പിൽ. അല്ലെങ്കിൽ താജു എന്ന് എഴുതിയാൽ മതി. ID കാർഡിലെ പേരാണോ അത്? ഐ ഡി കാർഡ് എടുത്തില്ല. ഹോസ്പിറ്റലിൽ വരുമ്പോ ID കാർഡ് കൊണ്ടുവന്നെന്ന് അറിഞ്ഞൂടെ? അല്ല എന്നാ ഞാൻ ഫില്ല് ചെയ്യട്ടെ. ഇവിടെ വന്നിരിക്കും. അല്ല അതല്ല, തിരക്കാണെങ്കിൽ ഞാൻ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞ. റൂം റൂം അടഞ്ഞു ചോദിക്കും. ഇവിടെ ഒരു ഒപ്പിട്. റോയ് ചേട്ടൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓന്റെ റൂം എവിടെ? അപ്പുറത്താണ് വലിയ മുറി ഉണ്ട് അത്. ഹലോ, റിലേഷൻഷിപ്പ് എന്താണ്? ഒരു വട്ടം എനിക്ക് റിലേഷൻ വേണ്ടെന്ന് പറഞ്ഞു. അല്ല നിങ്ങളുമായിട്ട് ഒരു ബന്ധു വേണ്ടെന്നാണ് ഓൻ പറയുന്നത്. പേഷ്യന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്? അത് ഓന്റെ വാപ്പയാണ്. ആരുടെ വാപ്പ? ഓന്റെ വാപ്പയാണ്. ഞാൻ വിളിക്കാം. ചെല്ലു ചെല്ലു. ഇതാണ് നമ്മളെ വലിയ റൂം. ഇതാണ് റൂം. ഇവിടെ വാ, ഇവിടെ വാ. അനക്ക് ഇവിടെ ഒറ്റപ്പെടല്ലേ വേദന എന്തായാലും അറിയില്ല. ഇന്ദ്രൻസ് അല്ല ഇവിടെ ഇത്തിരി ആൾക്കാരൊക്കെ ഇല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കിവിടെ പറ്റൂലാട്ടാ, പോവാം. താജോ ഈ ഒന്ന് അങ്ങോട്ട് നോക്ക്. അന്റെ കുൽസുമ്മന്റെ അതേ പ്രായമുള്ള താത്ത. മൂപ്പരാണെങ്കിൽ എന്റെ മൊയ്തീനളാപ്പ് തന്നെ. പിന്നെ ഗഫൂർക്കായി നജുമത്താൻറ്റിമാരുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇല്ലേ? ഈ ഇവിടെ ഒരു കുടുംബമായി കാണുന്നു. പക്ഷേ എൻ്റെ കാര്യം പോട്ടെ, ഈട് തന്നെ അവസ്ഥയെങ്കിൽ വാപ്പയുടെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് അത് ആലോചിക്കുമ്പോഴാണ്. വാപ്പ അല്ലെങ്കിൽ അർക്കീസ സ്വന്തം കാര്യത്തിന് കുറച്ച് കാശ് ചിലവാക്കിക്കൂടെ? സ്വന്തം കാര്യത്തിന് മാത്രമേ മൂപ്പർക്ക് അർക്കീസുള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, അവിടെ AC ഇട്ടിട്ടുണ്ട്, നല്ല തണുപ്പിലെടുത്ത് പോയിട്ടിരിക്കും. AC ഇവിടെയോ? പിന്നെ എടാ ജനലെടുത്ത് നല്ല തണുത്ത കാറ്റ് കിട്ടും, നീ അവിടെ പോയി ചെന്നിരിക്കും. ഞാൻ പോയി ബെഡ് വാങ്ങി വരാം. ആവില്ലെങ്കിൽ ആവില്ല, വേഗം വരണേ. വരാം. ഗവൺമെന്റ് ഹോസ്പിറ്റൽ അത്. ஜாலியா இருக்கும். മോനെ மாட்டிட்ட போகுது. ഇവിടെ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാന്നേ. അസ്സലാമു അലൈക്കും പാപ്പ. വലൈക്കും ഇസ്ലാം. രവി. ഓ ഹായ് പച്ച. ഹായ്. ഇവിടുത്തെ ഈ സെറ്റപ്പ് ഒന്നും അത്രയ്ക്കും കൊണ്ട് പിടിച്ചില്ല അല്ലേ? ഇല്ല. മോന് വിഷമാവൂലേ? ഞാനൊരു കാര്യം പറയാം. എന്താ? ഇവിടെ ഇത്രയൊക്കെ സൗകര്യങ്ങളേ ഉള്ളൂ. സാരമില്ല, 2 ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളൂ. സൗകര്യങ്ങളാ? അല്ല, നമ്മുടെ മനസ്സ്. അതെപ്പോഴും അങ്ങനെയാണല്ലോ. മോന്റെ നാടെവിടെയാ? മലപ്പുറം. അവിടെ നിന്നോ ഇത്ര ദൂരം വരണേ? വാപ്പയ്ക്ക് ഈ ഡോക്ടറെ തന്നെ കാണണമെന്നാ. അപ്പൊ അത് നന്നായി. മലപ്പുറത്ത് എവിടെയാ? എടയൊരു ഭാഗത്തായിട്ട് വരും. എടയൂര്. മോന്റെ പോസ്റ്റ് ഓഫീസ് ഏതാ? എടയൊരു പിയോ.
എടയൂര് ഒരു ഗോപിയല്ലേ പോസ്റ്റ് മാസ്റ്റർ? എനിക്കറിഞ്ഞൂടാ. ആ ഗോപിയാ, ഒരു കുന്നംകുളത്തുകാരൻ. എനിക്കറിയാം. ചേട്ടൻ എന്തൊന്നും കഴിക്കാൻ ഞാൻ ഇത് തന്നെ അവള് മുഴുവൻ കഴിക്കില്ലടാ, ഞാൻ തന്നെ കഴിച്ചു തീർക്കണം. ചേച്ചി ചേച്ചി ഇങ്ങനെ കരയണ്ട, അതിനുള്ള ഒരു പ്രശ്നമില്ല. അതായത് ജയരാജ് ഡോക്ടർ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ആണ്, ഒരു കുഴപ്പമില്ല. ചേച്ചി അവിടെ പോയിരുന്നു, ഒരു കുഴപ്പമില്ല, ചേച്ചി അവിടെ ഇരുന്നു. ചേട്ടാ അയാള് മരിക്കൂ? എന്ത് പ്രാന്താടാ, ഒരു ബൈക്ക് ഇടിച്ച് കാല് പൊട്ടിക്കഴിഞ്ഞാൽ ആള് മരിച്ചു പോവോ? അവ കേസാവില്ലല്ലേ? അതിന് എടാ അവര് കേസ് കൊടുത്താൽ കേസാവും. ഈ ടെൻഷനൊന്നും അടിക്കണ്ട. പക്ഷെ വണ്ടി ഓടിക്കുമ്പോ റോട്ടിൽ കൂടെ നടക്കുന്നവർക്ക് വീടും കുടുംബം ആലോചിക്കുന്നല്ല. അവരൊന്ന് കരയുന്നുണ്ടോ? അവരെ കൂടുതലിന്റെ ബില്ലൊക്കെ അടച്ചിട്ട് അവരെ ഹാപ്പി ആക്കും. ചെല്ല് കേട്ടാ. അവിടെ പോയിരുന്നോ? കുഴപ്പമൊന്നുമില്ല. ചേച്ചി അവിടെ പോയിരുന്നു? ഇതൊന്നുമില്ല. സാബുചേട്ടാ പോ എടാ, അവിടെ പോയി അവിടെ പോയിരുന്നു. അയ്യോ ഞാൻ കഞ്ഞി പാത്രം തരാൻ വന്നാണ്. ഞാൻ മറന്നു. പൈസക്ക് വേണ്ട, പൈസ ഒന്നും വേണ്ട. ശരി ചേട്ടാ. ഞാൻ എത്രയ്ക്ക് കൊടുത്തിട്ട് വരാം. ശരി, അവിടെ കാണാം. ചേച്ചി ജ്യൂസ് വേണം? അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ? ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. നടകാല് 10, മുഖത്താറ് കൺ, 3 മൂക്ക്, 4 നാക്ക്. 10 സെക്കൻഡുകൾ അറിയാലോ. ടിക് ടിക് 10, ടിക് ടിക് 9, ടിക് ടിക് 8, 7, ടിക് ടിക് 6. ഇതിന് പ്രായമൊക്കെ ആയില്ലേ? പറ. അതിനെന്റെ പ്രായമില്ലല്ലേ? താഴെ നേഴ്സ് വിളിക്കണ്ടേ? ചേട്ടൻ്റെ ഫാർമസി ലിസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനങ്ങ് മറന്നു, മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളടുത്ത് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമെങ്കിലും ഓർമ്മയുണ്ടായിരുന്നാ മതിയായിരുന്നു. ചന്ദ്രേട്ടാ ആ ഉത്തരം പറഞ്ഞോ. ഒരു ഷോർട്ട് ബ്രേക്ക്, ഞാനിപ്പോ ഇവരുടെ പേരെന്താ? ചന്ദ്രൻ. അമ്മയ്ക്ക് ഓപ്പറേഷനായിട്ട് വന്നതാ. വലിയ ഗസ്റ്റ് മാസ്റ്ററാ, പക്ഷെ അവനാവശ്യമുള്ളതെല്ലാം മറന്നു. ആ വാ സാബുചേട്ടാ. എല്ലാരും ഉണ്ടല്ലോ. ഇതാരാ പുതിയ അഡ്മിഷൻ? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് സുഹേലിന്റെ അനിയനാ, താജുദ്ദീൻ. നിനക്ക് വിഷമാവൂലേ? ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഇവൻ എന്റെയും ബെസ്റ്റ് ഫ്രണ്ടാ. അസ്സലാമു അലൈക്കും. താജു. വലൈക്കും സ്ലാം സാബു. നല്ല പേരാണല്ലോ അല്ലേ? എന്തായി ചിത്രം എന്ത് പറയുന്നു? ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. പാവം. ചേച്ചിക്ക് എന്ത് പറ്റിയേട്ടാ? ഒന്ന് ഡിസ്കിന്റെ ചെറിയൊരു കംപ്ലൈന്റാ, അടുക്കളയിൽ വീണതാ. ശരിയാവുന്നുണ്ട്, ഓക്കെ വരുന്നുണ്ട്. നിന്റെ എന്തായി? ഡേറ്റ് കിട്ടിയോ? പറയാന്ന് പറഞ്ഞ പിന്നീട് അറിവില്ല. അയ്യോ എന്നോട് തന്നെ പറഞ്ഞു. അനിയനോ? അതല്ലേട്ടാ, ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെയാണെന്ന് തെളിയിക്കാൻ കിട്ടിയൊരു അവസരമായത്. എന്ത് വാപ്പാന്റെ ബൈപ്പാസ്? അല്ല അതല്ല, ഇവിടെ നിന്ന് പാപ്പയുടെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു മകന്റെ ധർമ്മം. ഓ, മകന്റെ ധർമ്മം. അതെ. എന്നാ പിന്നെ എന്റെ ധർമ്മിഷ്ട, നീ വിഷമിക്കുന്ന എന്തിന്? നമ്മുടെ ഹാളിൽ TV ഒക്കെ ഇല്ലേ? ഇഷ്ടമുള്ള പരിപാടിയൊക്കെ കണ്ട് അവിടെ ഇരുന്നൂടെ? കുഴപ്പമില്ല. പടമേ ഇല്ല. അതെ മതി മതി, ആ റിമോട്ട് ഇങ്ങ് തന്നെ. അയാളൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഞങ്ങള് സീരിയൽ തുടങ്ങാൻ നേരായി. പറഞ്ഞു കൊടുക്കങ്ങട്. തനിക്കിനി 10 സെക്കൻഡ് കൂടെ ഉള്ളൂ. ടിക് ടിക് 10, ടിക് ടിക് 9, ടിക് ടിക് 8, ടിക് ടിക് 7, സീരിയൽ കണ്ട് ചേട്ടാ ഒന്ന് ചാർജർ എത്തിക്കോട്ടെ. അയ്യോ 82% 82 സ്വിച്ച് ഓഫ് ആയി. ഒന്ന് കുത്തിക്കോട്ടെ ചേട്ടാ. ഒരു 10 മിനിറ്റ് ഇപ്പൊ ഫുൾ ചാർജ് ആവും. തരാം. 10 മിനിറ്റാ തരാന്നു. ഞാൻ ചാർജ് ചെയ്തോട്ടെ? പറ്റില്ല, 86% ആയിട്ടുള്ളൂ. 86% വളരെ നല്ല നമ്പറാ. ഓക്കെ ചേട്ടാ എന്താ കഴിയുമ്പോ വിളിക്കണം. നീതു, അതാണ് അവളുടെ പേര്. അവളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് അവളുടെ ചേച്ചിയുടെ കൊച്ച. പിന്നെ പിന്നെ അല്ല, ഞാനിവിടെ നിന്നപ്പോ സാബുചേട്ടൻ വന്നപ്പോ ജസ്റ്റ് ഇങ്ങനെ. എടാ മലപ്പുറം താഴെ നീ അവളുടെ കാര്യം അന്വേഷിച്ച് വെറുതെ നടന്ന സമയം കളയണ്ടല്ലോ എന്ന് ആലോചിച്ച് പറഞ്ഞതാ. അല്ലേട്ടാ സമയത്തിന്റെ അല്ല. ഓ അങ്ങനെ രവിയേട്ടാ. ഓ ഇവൻ പറഞ്ഞു കേട്ടോ, ഇവിടെ പ്രേമിക്കാൻ പറ്റിയ കാലാവസ്ഥയല്ലെന്ന്. എന്റെ പൊന്നു സാബുചേട്ടാ.
ஹாஸ்பிட்டல் விசாரிக்கும் போது அவ்வளோ பணக்காரது கவர்மெண்ட் ஹாஸ்பிட்டலில் போட்டு ஏன்னா வந்து இங்க இருக்க டாக்டர் வந்து எல்லாரும் ஏதோ ஃபேமிலி ஃப்ரெண்டு இருக்கும்போது எல்லாரும் கை விட்டாங்க இவரு தான் മനുഷ്യന്മാര് തമ്മിൽ പരസ്പരം ചിരിക്കാനോ സംസാരിക്കാനോ നിൽക്കാതെ രാവിലെ തന്നെ ഈ വരാന്തകളിലൂടെ ഓടുന്നത് കാണാം. ഉച്ചയാവുമ്പോൾ ഈ തിരക്കുകളെല്ലാം ഒന്ന് കുറഞ്ഞു തുടങ്ങും. അങ്ങനെ സന്ധ്യയായി കഴിയുമ്പോൾ നേരത്തെ ആൾക്കാർ തിങ്ങി നിറഞ്ഞിരുന്ന വരാന്തയില്ലേ, അതൊക്കെ ഒന്ന് ഒഴിഞ്ഞ് ഒരു റൊമാൻറ്റിക് പയ്യന്നൂർ കോളേജിന്റെ വരാന്ത പോലെ. அதே டைலாக். It is so brilliant. மியூசிக்னா நம்ம பயம் பிடிச்சிருவோம் டப்புன்னு. என்னவா பயம் பிடிச்சிட்டோம். ടെക്നോളജി. നല്ല ഇലയുണ്ടല്ലോ. വേണോ? വേണ്ട. ഒരു തവണ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടേ ഇന്ന് മുതലേ മധുരമില്ലാതെ ചായ കുടിക്കാതിരിക്കൊന്നും വേണ്ട. അത് ശരി. ഓ, ഷുഗർ ഒന്ന് ചെക്ക് ചെയ്തതാ, ഇപ്പൊ മനസ്സമാധാനവും പോയി. ഡോക്ടർ രാജ അന്വേഷിക്കണ്ടായിരുന്നു. ഡോക്ടർ ഒപ്പിയിലുണ്ട്, ഞാൻ കാണോളാം. ഇത് വലിയ കുഴപ്പമൊന്നുമില്ലേ? മരുന്ന് തന്നില്ലേ? കുറെ എഴുതുന്നുണ്ട്. അതൊരു മാസം കഴിച്ച്, ഒരു മാസത്തേക്കല്ലേ? അതെ അതെ. മരുന്നൊക്കെ കഴിച്ച് ഇച്ചിരി എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി പുഷ്പം പോലെ മാറിക്കോളൂ. അതാണ് ഈ ഒ പി ടിക്കറ്റ് നിന്ന് സമയമൊന്നും കളയണ്ട. ഇവിടെ വന്നേ ഈ സാറിനെ കണ്ടാൽ മതി. അയ്യോ, ഡോക്ടറായിരുന്നു. സാറിന്റെ പേരെങ്ങനാ? ഡോക്ടർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല പേരിടായിരുന്നു. തൽക്കാലം സാബു. ഡോക്ടർ സാബു. എടാ സാബു, ഡോക്ടർ സാബു എന്ന് പറഞ്ഞ ബോർഡും വെച്ചിരുന്നാല് നിന്നെ കാണാൻ ഏതെങ്കിലും പട്ടിക്കുറുക്കം വരുമോ? ഡോക്ടർ ഡേവിനേക്കാൾ നല്ല പേരാണ്. இந்த கேஷுவல் ஆக்டிங் வந்து கமல் பிடிச்சிருக்கு. മോളെ, നീ റവ കേസരി വെച്ചൊരു പിടുത്തം പിടിച്ചോ. ഞാൻ അത് വെച്ച് അവളെ കുറെ വീഴ്ത്തിയിട്ടുള്ളതാ. റവ കേസരിയോ? അപ്പൻ എന്നോട് വല്ല ദേഷ്യമുണ്ടോ? ഞാൻ ഈ കേസരി എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏകദേശം ഒരു രൂപം കിട്ടി ഒരു ഫോട്ടോ എടുത്തേക്കാം. ഓക്കെ ബൈ. മാമനാരെ അപ്പം തന്നെ കൂടെ വാങ്ങിக்கலாம். മോർണിംഗ്. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാനേ റവ കേസരി ഉണ്ടാക്കാം. என்னடா பிரச்சனை வந்து நிற்கிறான் மேலே அவாய்ட் பண்ணுறான். டென்ஷனில் பண்ணுறான். டென்ஷன் ஆகாது எனக்கு. ஐயோ ஓசிடியா குடியில போட. കെവിൻ ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് വരാം. எப்படியோ விட்டு தான் போகிறான். இது என்ன பொண்ணு சோறு எடுத்துன்னு தரக்கூடாது. என்ன சொல்கிறேன்? கையோட எடுத்துட்டு திஷா காஸ்டியூம் வச்சுது லஞ்சை கொடுக்கூடாது. ஃபஸ்ட்டு கேட்டுக்கு வெளியே போயிடும். ഒന്നും തോന്നല്ലേ, നിർത്തത്തില്ലെന്നറിയാം, അതുകൊണ്ടാ. അതേ കാസ്റ്റ്യൂം വേറെ വേറെ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. എപ്പോഴാ വെച്ച് പോണോ? ഈ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാളും ബുദ്ധിമുട്ടാണ് സ്വീറ്റ്സ് ഉണ്ടാക്കാൻ. യൂട്യൂബിൽ ഒപ്പിച്ചിട്ടുണ്ട്. ലുക്ക് വൈസ് ഒക്കെ നൈസ്, പക്ഷെ ഈ സാധനം ഇതുവരെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. പിന്നെ താൻ അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വെച്ച ബാഗല്ലേ, അതിൽ നിറയെ സാരികളാണല്ലോ. ഹോസ്പിറ്റലിൽ അത് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അതൊക്കെ മാറ്റി കുറച്ച് നൈറ്റികൾ വെച്ചിട്ടുണ്ട്. ഞാനേ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. കെവിൻ ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നല്ലേ? പണ്ട് ഹാപ്പി ആയിരുന്ന സമയത്ത് അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനേ ഒരു സാധനം മേടിച്ചിട്ട് ഇപ്പോൾ വരാം. ആക്സിഡന്റ്. செம்மையாக மேட்ச் பண்ணிடுறாங்க. അമ്മോളെ എന്നാൽ സിറിഞ്ച് മേടിച്ച 2 സിറിഞ്ച് ബാക്കിയുണ്ടായിരുന്നു. തിരിച്ചു തന്നാൽ ബില്ലിൽ വല്ല മാറ്റം ഉണ്ടാവോ? അത് ചേച്ചി ഒരു 6 രൂപ വ്യത്യാസമേ ഉള്ളൂ. ആ സാറില്ല, ഞാൻ നേരെ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഇത്തിരി കൂടുതലാണ്. അതിന്
ബില്ലെഴുതുമ്പം അതിന് കുറച്ചോണേന്ന് പറയുമായിരുന്നു. ആ നോക്കാം. ഇല്ലെങ്കിൽ സ്ട്രോക്ക് വരും. എനിക്ക് കൂട്ടിരിക്കാൻ വേറെ ആരും ഇല്ലേ? ചേച്ചി അതെ ചേച്ചി. താജു താജു ഈ ഇടക്കാ നോക്കണേ. വിശ്വട്ടാ ഇങ്ങോട്ടൊക്കെ എന്തേ? എനിക്ക് കുറച്ച് ദിവസമായിട്ട് നേരെ നിൽക്കാൻ പറ്റണില്ല, നടക്കാൻ പറ്റണില്ല, ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഒട്ടും വിശപ്പില്ല. അപ്പൊ ഈ ഫുഡൊക്കെ എന്താ ചെയ്യാ? അല്ല അതവിടെ ഇരുന്നോട്ടെ, ഞാൻ വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചോളാം. എനിക്കിട്ട് പറ്റില്ല വിഷ്ണുട്ടാ. അല്ല ഇവിടെ കാണിക്കണോ? ഇതല്ല പിന്നെ എന്താണ്? എനിക്ക് ഇഷ്ടം. ഈ പോയി ചാർജർ വെക്കി. ചാർജറാ? എടാ ചാർജർ ചോദിക്കടാ പോയിട്ട്. ഇല്ലല്ലോ, പോയി ചോദിക്കല്ലേ? ചോദിക്കടാ. വിഷ്ണുട്ടാ നിങ്ങൾ ഇല്ലായിരുന്നു. ഞാൻ ഉണ്ടല്ലോ. എടാ ഓള് വരുന്നുണ്ട്. ഇത് നീ സെറ്റാക്ക്. എടാ ഓള് എനിക്കുള്ളതാ. എടോ ചാർജർ ഉണ്ടോ? അല്ല നമ്മൾ രണ്ടുപേരും സി ടൈപ്പാ. ഞാൻ ചാർജർ നീതു ഉണ്ടായിരുന്നു. ഒരു സെലോ ടൈപ്പ് ഉണ്ടാവും, ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. സെലോ ടൈപ്പ് ചാർജർ വേണോ? ചേട്ടന്റെ സി ടൈപ്പാ. താങ്ക് യു. ചേട്ടോ ഇപ്പൊ ഫുൾ ചാർജ് ആയിരിക്കും അല്ലേ? ഇല്ലടോ 15% പിന്നെ அவரும் ட்ரை பண்ணுகிறாரு. இல்ல 15 இருந்தா கூட 25 இருக்கும்போதே கொஞ்சம் வெயிட் பண்ணாரு. സാബുവേ, ഈ സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഭാഗ്യോടാ ഇതൊക്കെ. ഞാനിപ്പോ പകരം വീട്ടിക്കൊണ്ടിരിക്കുക. കുറെ കാലം നമ്മുടെ ഡ്രസ്സൊക്കെ അവരലിക്കുന്നില്ലേ. എനിക്കിതൊക്കെ ഇഷ്ടമാണ്. ഈ ഭാഗ്യം കല്യാണം കഴിഞ്ഞപ്പോ തുടങ്ങി കിട്ടിയതാ. ലൊക്കേഷൻ കറക്റ്റാ പിടിച്ചേ. ഇവന്റെ ഭയങ്കര ഇഷ്ടമല്ലേ ചേച്ചിനെ? 40 വർഷമായില്ല. கொஞ்சம் கம்மியாகும். நைட் ஒரு ரொமான்டிக் ஃபேஸ் மாதிரி போய்டும் அப்படின்னு. அது வந்து நீ எங்க வேணாலும் வச்சிருக்கலாம். ஆனா ஹாஸ்பிடல்ல வச்சிருக்காங்க. അവളെ കണ്ട് ഞാനുണ്ട് കേട്ടാ. ഇല്ല ഏട്ടാ, ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് പറയാന്ന് അവര് പറയണം. ഓ, ദിവസങ്ങൾ ഇങ്ങനെ പോവുകയാണല്ലോടാ. അത്രയ്ക്കുള്ള ലീവ് നിന്റെ ഓഫീസിൽ നിന്ന് കിട്ടുമോ? അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ. പ്രസവമായിരിക്കൂല്ലേ? ശരി. ഏയ്, ഇത് കേസരിയല്ലേ? അയ്യോ എന്റെ പേരാ പറഞ്ഞ ശരി. ഞാൻ കെവിന്റെ വൈഫാ. ഭയങ്കര പരിചയപ്പെടുത്തണല്ലേ? ശരി വൈഫാണ്. അതല്ലേ ഇപ്പൊ ആ കൊച്ചു പറഞ്ഞു. നമസ്കാരം. ഹായ്. ഇവിടെ ഡിസ്ചാർജോ പ്രസവം ഉണ്ടാവുമ്പോഴാണ് എല്ലാവരും സ്വീറ്റ്സ് കൊണ്ടുവരാറ്. ഞങ്ങൾ വിചാരിച്ചു അന്തേവാസിയാണെന്ന്. ഇതാരും ഉണ്ടാക്കിയോ? ഞാനാ. നന്നായിട്ടുണ്ട്. താങ്ക് യു. ഹോട്ടലുകാരെ അപ്രൂവ് പണ്ട് അവർ ഹോട്ടലുകാരെ തെരഞ്ഞെടുത്ത സാധാരണ നന്നാവാറില്ലായിരിക്കും. என்ன பாஸ் சிரிக்கிறீங்க? എല്ലാവർക്കും കൊടുത്തേക്കെ. നിനക്ക് ഡെയിലി ഗംഭീര ഭക്ഷണമായിരിക്കുമല്ലോ. ഏയ് അതൊന്നുമില്ല ഏട്ടാ, ഞാനിതൊക്കെ യൂട്യൂബ് നോക്കി ഉണ്ടാക്കുന്ന. യൂട്യൂബ് നോക്കി ഉണ്ടാക്കി തരില്ലല്ലോ, നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ? അതില്ല, ചുമ്മാ ട്രൈ ചെയ്താ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ബാങ്കിൽ ഹാഫ് ഡേ ലീവ് പറഞ്ഞിട്ടാ വന്നെ. പോയിട്ട് വരാം. ഇനി ഇങ്ങനത്തെ വല്ലതും ട്രൈ ചെയ്യണമെങ്കിൽ കൊണ്ടുവന്നോളൂ, ഞങ്ങൾ കഴിച്ചോളാം. അതൊക്കെ വേണോ ചേട്ടാ? നല്ല കുട്ടിയല്ലേ? മിടിക്കുക. ലവ് മാരേജ് ആയിരിക്കും. അല്ല ഏട്ടാ, അറേഞ്ച്ഡ് മാരേജാ. ഭാഗ്യവാൻ. നമുക്കൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ചേട്ടാ ഞങ്ങൾ നല്ല ടേംസിലല്ല. അതൊക്കെ ശരിയായിക്കോളൂടാ, നിങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇതൊക്കെ പോ ശരിയായി അടിപൊളിയാവും. അവള് നല്ല കുട്ടിയല്ലേ? പക്ഷേ ഇത് കുറച്ച് സീരിയസാ. ഡെയിലി അമ്മയായിട്ട് 1-2 പറഞ്ഞ ഓരോ പ്രശ്നം. ഇപ്പൊ ഡിവോഴ്സ്. இல்லடா அம்மாவை பிடிக்கலன்னா அம்மாவுக்கு ஏன்டா சாப்பாடு சாம்பார் இட்லி ഡിവോഴ്സ് ടെൻഷൻ ആട്ടാ ജോജു. മോനെ കെവിനെ, ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തരുത്. അതിനൊക്കെ നിങ്ങൾ എന്നെ കണ്ടു പഠിക്കേ. 40 years രവി വേട്ട് സുലേഖ. 18ാമത്തെ വയസ്സിൽ ഞാൻ അവളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കെട്ടി. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ മോളിലുമായിട്ടിരിക്കുന്നത്. അതുവരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അതിനിയും അങ്ങനെ തന്നെ ആയിരിക്കും. டைவர்ஸ் பண்ணுவேன் நீ. இப்படி போந்துருவான். நான்லாம் வந்து கட்டையத்தி வீசி வீசி யூஸ் பண்ணானு. தலைவர் வாசி ஆரம்பிச்சிட்டாரா?
மெய்யலுக்கு லைட்டாக வந்து போகுது. அந்த இந்த சீன்லாம் இருக்கும் பார்த்தியா, கொலுசா 96 ஒன்றுதான் டிவியில். இல்லை சீரியல் தான். இது பழகிட்டு இருக்குது. படமா കെഞ്ചറ അങ്ങോട്ട് കരയാണ്. നിന്റെ നീതു നോക്കി അവിടെ കടമ്പതാ. അല്ല അത് മറ്റേ ചേച്ചിയുടെ സർജറി അയ്യടാ இந்த படம் போலடா இது. இவன் வச்சிருப்பாரு இந்த படம் உச்சக்க போகு. இல்ல காதலுக்கு மரியாதை கிடையாது. அப்படியா? கூட்டிட்டு போங்க. എന്താ സൗചേട്ടാ ചിരിക്കാൻ? എന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നടാ. സാവിശേണ്ട അതൊക്കെ എത്ര വേണമെങ്കിൽ കേട്ടിരിക്കാം. ചിലരുടെയൊക്കെ 40 years തള്ളുണ്ടല്ലോ, പറ്റൂല. എടാ എന്താടാ ഇങ്ങനെ? നിന്റെ പ്രായം കഴിഞ്ഞാൽ ഞാനും ഒക്കെ ഇവിടെ എത്തിയത്. നിന്റെ പ്രായത്തിൽ ഞങ്ങൾക്കൊന്നും ഒരു വികാരമില്ല, ഒന്നും നടന്നില്ല. கமெண்ட்ல வந்துருவாங்க காதலுக்கு மரியாதை இந்த இயர் போட்டு அடிச்சு. மலையாளம் தாங்க ஃபர்ஸ்ட் வந்தது கமெண்ட்ல போன. വെള്ളം കുടിക്ക്. സൗചേട്ടാ റിസൾട്ട് കിട്ടിയല്ലോ. ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ എന്താ പറഞ്ഞത്? ഓക്കേടാ, ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ചിലപ്പോ നിങ്ങളൊക്കെ മുമ്പ് ഞങ്ങൾ ഡിസ്ചാർജ് ആവും. നീ എങ്ങോട്ടാ? ആകെ മടുപ്പാണ് സൗചേട്ടാ. ഈ വർക്ക് സ്ട്രെസ്സും പിന്നെ ഹോസ്പിറ്റൽ ഇഷ്യൂ കാരണം എത്ര നാളെന്ന് പറയാം. നിനക്കിപ്പോൾ എന്താ കഴിക്കാൻ തോന്നണേ? എനിക്കല്ല ചോറും മീൻ വറുത്തു. അതിൻ്റെ കൂടെ നല്ല തേങ്ങാ ചമ്മന്തിയും ഒരു പപ്പടവും ഇച്ചിരി അച്ചാറും പിന്നെ നല്ല തേങ്ങാപ്പാലിലും മാങ്ങിയിട്ട മീൻകറി എങ്ങനെയുണ്ടാവും? പൊളിക്കും. വാ இது என்ன இருக்கும்? கறி மீன் பொழிச்சது நிற்கிறேன். சென்னையில் இருக்கா? அது அங்கே மட்டும்தான். ஏன்னா வச்சிருப்பானே. മിക്സ് ചെയ്യുമ്പോഴേ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പുളിയാ നടക്കാൻ. കമൽ சொன்னது சாப்பிடும் பொழுது നീ അമ്മയുടെ ഓപ്പറേഷൻ കഴിയുമ്പോൾ എല്ലാവരും കൂട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് കൂടാം. അപ്പോൾ ചിത്ര ഉണ്ടാവും. സാബുച്ചേട്ടൻ ഒരു ഫാമിലി മാനാണല്ലേ. പറയാനുണ്ടോ? എനിക്കൊന്നും പറ്റില്ല ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ. ഫാമിലിയായിട്ട് ജീവിച്ചു തുടങ്ങിയാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ കല്യാണം കഴിക്കാത്തവരെയും ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെയും കണ്ടിട്ടില്ലേ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ചൊരു അറിവ് പോലും ഇല്ല. ആർക്കൊന്നും അറിയില്ല. എനിക്കൊന്നും പറ്റില്ലടാ. ആ പ്ലേറ്റ് നിർത്തുണ്ടോ? ഈ ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നതേ പറയാനെളുപ്പോ. കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാ ഈ പ്രശ്നം. 1, 2 പറഞ്ഞ്. അമ്മ ഒരു പഴയ ആളാ. അപ്പം അമ്മയുടെ രീതിയും പഴഞ്ചനാ. എന്തേലും ഉണ്ടെങ്കിൽ മുഖത്തടിച്ചങ്ങ് പറയും. എനിക്കും എൻ്റെ അപ്പനും കുറേ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അമ്മ ഒരാൾ തന്നെയാണ് എന്നെയും വീടൊക്കെ നോക്കിയത്. എനിക്ക് എല്ലാവരും വേണമെന്നൊക്കെ ഉണ്ട് സാബുച്ചേട്ടാ. അമ്മ ശരിക്കും പാവാ, അവളും പാവാ. ആ ശരി. ഇപ്പം രണ്ടുപേരും നീയാണോ അവിടുത്തെ പ്രശ്നം കേട്ടൻ? ചേട്ടാ ആകെ മൊത്തത്തിൽ കൈ നോക്കി കിടക്കുക. ഭയങ്കര ടെൻഷനാ. എങ്ങനെ ടെൻഷൻ അടിക്കാൻ പറ്റണേ? ഇതിനും മാത്രം ടെൻഷൻ നിൻ്റെ ഉള്ള ഒരു കുഴപ്പമില്ലട കൂട്ടാ. ഫുഡ് അടിക്കാൻ അച്ചാറ്, തേങ്ങാ ചമ്മന്തി, പപ്പടം, മീൻകറി. ഇനി നീ പറഞ്ഞ മീൻ വറുത്തത് നൈസായിട്ടല്ലേ ടേസ്റ്റ്? നീ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? കാര്യമായിട്ട് പറയാൻ നൈസായിട്ടുണ്ട്. ചേട്ടനോട് എനിക്ക് കുക്കിംഗ് കോഴ്സ് പോയിട്ടുണ്ടോ? ഏത് കോളേജിൽ? അത് ഭയങ്കര കോളേജാ, നമ്മുടെ കുഞ്ഞിക്കട കോളേജ്. ഞാൻ അവിടെ ചില ചിത്രം ആദ്യമായിട്ട് കാണുന്നത്. அப்பளத்தை விட மாட்டாங்க. கேப்டன் அமெரிக்கா நோட்டில் எழுதி வச்சுக்கணும். கேரளா மலபார் பிரியாணி இந்த ஹோட்டலில் சாப்பிடணும், கரிமீன் பொரிச்சு இந்த ஹோட்டல் சாப்பிடணும். ചിക്കൻ ബിരിയാണി 80 രൂപ தான். കുഞ്ഞിക്ക നീ എപ്പോഴാ വന്നേ? ഞാൻ ഇന്നലെ രാത്രി എത്തി. ഞാൻ കുറേ സാധനങ്ങൾ പലർക്കും കൊടുക്കാനല്ലോ, അത് കൊടുത്തു ലേറ്റ് ആയി പോയി. ക്ഷീണിച്ചു പോയല്ലോ. പിന്നെ ഈ തീക്കാത്ത കിടന്ന് പണിയെടുത്താൽ പിന്നെ ക്ഷീണിക്കുമല്ലോ, പിന്നെ നന്നായിരിക്കും. ആ കൈ ഒന്ന് നോക്കി. എന്നാ സാധനം അത്? കൈ ബുക്ക്
സെയിം അല്ലേ? എൻ്റെ ആ ബിരിയാണിയുടെ മണം നീ കളഞ്ഞോളാ. ബീവിക്കും പിള്ളേർക്കുള്ള സാധനങ്ങളാണ് അവർ കൊടുത്തേക്ക്. അവര് ഹാപ്പി ആവട്ടെ. പറഞ്ഞ എല്ലാ എനിക്ക് വെച്ചിരുന്നാரு ദുബായ്ക്ക് എടുക്കട്ടെ. ഞാൻ എല്ലാവരെയും കണ്ടിട്ടില്ല. നമുക്കൊന്നുമില്ലേ? നിങ്ങൾക്ക് തരാണ്ട് പിന്നെ ആർക്കാടാ കൊടുക്കണത്? എല്ലാവരോടും എല്ലാവർക്കും കൊടുത്തേക്കാം. ശരി എന്നാ വന്നതിന്റെ ചെലവൊന്നും കിട്ടിയില്ല. അവിടെ കൊടുത്തോണ്ടാ സുധി. സാബു ചേട്ടാ, നീ പറഞ്ഞ പെർഫ്യൂം ഇതല്ലേ? സപ്ലൈ എഴുതി കിട്ടിയ? എഴുതിയിട്ടുണ്ട്. കിട്ടുമായിരിക്കും. കിട്ടുമായിരിക്കും. എന്നാ എടാ കോപ്പി അടിച്ചെങ്കിലും ജയിക്കാൻ നോക്കടാ. കല്യാണം കഴിക്കുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റെങ്കിലും വേണ്ടേ? വേണം. சித்ரா 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 பிரியாணினா ரொம்ப பிடிக்குமோ? ஃப்ளாஷ்பேக்னா ஒன்றும் கிடையாது. ஜஸ்ட் முடிய முன்னாடி போய் தள்ளி விட்டு ചട്ടയെ മാറ്റി വിട്ടോ. അവിടെ ഇവർക്കൊന്നും പാടില്ലല്ലോ. പറയാൻ മനസ്സിലായില്ലേ? അവരെല്ലാം ശുദ്ധ വെജിറ്റേറിയനാ. അതുകൊണ്ട് ആരും കാണാതെ ഇവിടെ വരും. ആഗ്രഹിച്ചു വരുന്നവർക്ക് ബിരിയാണി കൊടുത്തില്ലടാ നമ്മുടെ ശീലം. അതുകൊണ്ട് അടുക്കള ബിരിയാണി ലവർ കിച്ചണിൽ പോയി സാപ്പിടാൻ നന്നായി. നല്ല വെച്ചാ ജ്യോതി ഒന്നല്ല. മോള് പൈസാറിനാ. മോള് പൈസ തരണ്ട. ഇതല്ല, ഈ 20 രൂപ കൂട്ടി 100 രൂപ പപ്പടത്തിന്റെ പൈസ വീട്ടിൽ കൊടുത്തരാം. ആഹാ, എന്നാ നാളെ തൊട്ട് പൈസക്ക് പകരം പപ്പടം കൊണ്ടുവരാം. എന്തൊരു നല്ല കുട്ടിയല്ലേ. പിന്നെ ആടാ ഒരു അനക്കം. എന്തൊരു നല്ല കുട്ടിയെന്ന് പറയായിരുന്നു. ഡാടാ, നീ അവിടെ നോക്കി കരുത്തിൽ നോടിക്കൊന്നും വേണ്ട. ആ കൊച്ചു എന്നൂടെ കഴിക്കാൻ വരുന്ന ഞാൻ പറയാം. இப்படி பார்த்த மனுஷனை இப்படி பார்க்க வச்சிட்டீங்களா? நம்ம சௌபினியில இது நல்லா ஒரு 2 பிளேட் அடிக்குது போ. கோட்டர் நினைக்கிறேன். எனக்கு தான் லெக் பீஸ். அதுதான் அந்த சவுண்ட். அணில் ஒரு சவுண்ட். அது அங்கேயும் வச்சுட்டு போயிடலாமேடா. அது வர வரைக்கும் வச்சுட்டு வெஜிடேரியன் எல்லாரும் கேரளா என்னடா நிறைய சாப்பிட்ற மாதிரி இருக்கேடா. அடுத்த நாள் பொழுதா ஹாஃப் பிளேட்லேயே பாதி ஃபுட்டிடா. பையன் வந்து பிடிச்சிட்டா. பையன் பிடிச்சிட்டா. അച്ചാർ അച്ചാർ എന്ത് സൗണ്ടാ ചെയ്തത്? എന്ത് സൗണ്ടാണ് ചെയ്തത് എന്ന്? അതപ്പോ ചെയ്തപ്പോ ശരി, ഇപ്പൊ ശരിയാവുന്നില്ല. നന്നായിട്ടുണ്ട്. എന്തെങ്കിലും വേണോ? ഇല്ല വേണ്ട, താങ്ക്സ്. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. மனுஷன் வேற லெவல்ல கட் பண்றாரா ஆனியனே. அப்படியா? அப்பளம் ഇല്ല ഇവங்க பண்ணுவாங்க. പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും. ജിലേബി, ലഡു, മൈസൂർ പാക്ക്, പേട, അങ്ങനെയുള്ള സാധനം. മൈസൂർ സ്ട്രീ അവര് ശരിയുണ്ട്. ഇത് സെഞ്ചി എടുത്തിട്ട് പോണാറ്. ചേച്ചിയുടെ ഭർത്താവ്, ചേച്ചി, ആ കൊച്ചിന്റെ പിന്നെ ചേച്ചിയുടെ ഒരു ലഡു പോലെ ഇരിക്കുന്ന പിന്നെ ആ പെങ്കൊച്ചിന്റെ മൂത്ത ഒരു ആംഗ്ലച്ചെറുക്കനുണ്ട്. അതെനിക്കറിയാൻ പാടില്ല. അവൻ ഈ പപ്പടത്തിന് മാവ് ഉടയ്ക്കാനായിട്ടാണോ എന്ന് അറിയാൻ പാടില്ല. അവനൊന്ന് ജിമ്മിൽ പോകുന്നുണ്ട്.
അവന്റെ കയ്യും കാലും നെഞ്ചൊക്കെ ഉണ്ടല്ലോ ഇത്രച്ചുള്ള മുഴയാ. ഇതാണ് അവരുടെ സാധു കുടുംബം. நான் யாருன்னு தெரியாதுல்ல உங்களுக்கு. അയ്യേ കാശൊന്നും വേണ്ട. അയ്യോ ക്യാഷൊക്കെ വേണം. കാശ് വേണ്ടേ? കാശ് വരും പോവും. അതെ, കാശ് വരും പോവും, പിന്നെ ഒരു ഒറ്റപ്പോക്ക് പോവും, പിന്നെ വലിയ ഡെയിലിയും വെറുപ്പാടുമിടാ. ആ കൊച്ചിനെ എന്നെ കാണാനായിരിക്കും ഡെയിലി ഇവിടെ വരണേ. ബിരിയാണി തന്നെ. ഇവിടുത്തെ ബിരിയാണി എന്ത് ഇഷ്ടമെന്ന് പറയാം കൊച്ചിന്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ ചിക്കൻ നോക്കിയാണ് കേട്ടോ. பயங்கரம் பண்ணுறல்ல கடலில் இருக்கிற மாதிரியே பண்ணுறது. മോനെ ശ്രുതി ഐശ്വര്യമായിട്ട് കൊണ്ടുപോടുന്നു. ഇത് ചെയ്യേണ്ട ജീവിതം പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. அப்படியா? ഇത് ബിരിയാണി. ഇതെന്താണ് ലുക്കൊക്കെ മാറിയല്ലോ. കഴിച്ചു നോക്ക്. സ്മെല്ലും മാറി. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ടേസ്റ്റ് മാറിയല്ലോ. ഞങ്ങൾ ഈ കുക്കിനൊന്ന് മാറ്റി ഷിപ്പിൽ നിന്ന് പുതിയ കുക്കിനെ ഇറക്കി. അതാണോ സബിച്ചിട്ട് എങ്ങനെയുണ്ട്? ടേസ്റ്റ് മാറിയല്ലോ. മോശമായോ? നന്നായിട്ടുണ്ട്. എങ്ങനെയാ ഉണ്ടാക്കിയ? അതൊരു മാജിക്കാ. ഷെയർ ചെയ്യാൻ പറ്റുന്ന മാജിക് ആണോ? പിന്നെന്താ? എന്നാ റെസിപ്പി എനിക്കൊന്ന് പറഞ്ഞുതരുമോ? ഓ, നമ്മുടെ നാടൻ മസാല ഇല്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സവാള, ഇതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മുടെ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണ ഇല്ലേ, വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മണക്കുമ്പോൾ നല്ല മണമുള്ള വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണയിൽ നാടൻ ചൊറുക്കാന്ന് വെച്ചാൽ കള്ള് വാറ്റിയിട്ട്, കള്ള് തെങ്ങിന്ന് കിട്ടണ കള്ള് അത് വാറ്റിയെടുത്തിട്ട് ഉണ്ടാക്കണ ചൊറുക്കയുണ്ട്. ഈ ചൊറുക്കയും വെളിച്ചെണ്ണയും ഈ നാടൻ മസാലയും കൂടി മിക്സ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഇറച്ചി മിക്സ് ചെയ്യും. ഗ്രാമ്പൂ, കോലം അതൊക്കെ വെള്ളയാ இருக்கணும். വെക്കണം. ഒന്നുമില്ല. എന്നിട്ട് ആ റൈസ് വെന്തിട്ട് നമ്മളിതിൻ്റെ മേലെ പുതിന, മല്ലിയില, പൈനാപ്പിളൊക്കെ വിതറി നമ്മടിച്ച് കഴിഞ്ഞാൽ ഈ മാജിക് കിട്ടും. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അല്ല അയ്യോ, മെയിനൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടുകൂടി ഉണ്ടാക്കി കൊടുക്കണം ഭക്ഷണം. അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. കൊടുക്കണം നമ്മുടെ കയ്യിൽ പറയുന്നുണ്ട്. അത് കുഞ്ഞിക്ക് അവിടെ ഒരു മാജിക് എന്നെ ചിക്കൻ വറുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് കരിഞ്ഞു പോയിണ്ടാവും. ചേട്ടാ കരിഞ്ഞ മാജിക്ക് കുറച്ച് സ്നേഹം കൊടുത്ത് ശരിയാക്കാൻ പറ്റുമോ? ആവട്ടെ. അവൻ്റെ കുഞ്ഞുനാളിലെ മുതലേക്ക് അറിയാവുന്ന കുടുംബമുള്ളത് ഒരു സാധു കുടുംബമാണ്. പക്ഷെ ഇപ്പം അവനൊറ്റയ്ക്കേ ഉള്ളൂ. എന്നാലും അവനിവിടെയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ അവന് കപ്പൽ ജോലി കിട്ടിയ, കപ്പൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 8 മാസം കപ്പലിൽ തന്നെയാണ്. ലീവിന് വന്നാൽ 4 മാസം ഇവിടെ തന്നെ ആയിരിക്കും. എന്നാൽ ലീവിന് വന്നാലോ വെറുതെ ഇരിക്കുകയില്ല, എൻ്റെ കൂടെ എന്നെ സഹായിച്ച് പറക്കി എൻ്റെ കൂടെ തന്നെ ഇരിക്കും. പാവം മോളെ, ഇനി എന്നെ അറിയില്ലേ? சார் என்ன வேலை பார்த்துக்கிறதுக்கா? എന്തെത്ര ഇഷ്ടമാവാൻ കാരണം? എന്തെത്ര ഇഷ്ടമാവാൻ കാരണം? എന്ത്? അതല്ല, ബിരിയാണി എത്ര ഇഷ്ടമാവാൻ കാരണം? அந்த ரீல்ஸ் பாப்போம்ல, do you know why you like me, why so you like me, ബിരിയാണിയായിരുന്നു. അതാണ് ബിരിയാണി. വെജ് ബിരിയാണി എന്നടാ, കറി പോടാതെ എന്നടാ ബിരിയാണി? കിട്ടുന്ന ഒരു നീന്തുണ്ട്, അത് നീന്തോ?
ഉറക്കം. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഉറക്കം അത് സൂപ്പറാ. ഷിപ്പിലെ ഷെഫാ അല്ലേ? ഷെഫൊന്നുമില്ല, ഷെഫിനെ സഹായിക്കുന്ന അസിസ്റ്റന്റ്. ഓ, അസിസ്റ്റന്റാ. അപ്പൊ ഷിപ്പിലെ ബിരിയാണിയും ഇങ്ങനത്തെയാ? അല്ലല്ല, ഇങ്ങനത്തെ ബിരിയാണി ഷിപ്പിലില്ല. ഷിപ്പിൽ മലയാളികൾ മാത്രമല്ലല്ലോ, അവിടെ വേറെ കുറേ കുസിൻസ് ഉണ്ട്. അറബിക്ക്, പിന്നെ ഇറ്റാലിയൻ, ടർക്കിഷ്, അങ്ങനെ കുറേ കുസിൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കാൻ അറിയാം? ആ, ഷെഫിന് ഉണ്ടാക്കാൻ അറിയാം. ഷെഫിൻ്റെ കൂടെ വന്നിട്ട് ഷെഫ് പറയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ അറിയാം. ഞാൻ പോവാ. നാളെ കാണാം. അതല്ല, ഞാൻ നാളെ ജോലിക്ക് തിരിച്ചു പോവാ. അപ്പോൾ ഇനി 8 മാസം അല്ലേ? 8 മാസം കഴിഞ്ഞ് കാണാം. அது இவ்வளவு கேடியா இருக்குது. மனுஷனை வெக்கப்பட வைக்கிறீங்களா? വീട്ടുകാരെ പിടിച്ച അതിടോ. ഇതെന്നാ പതയോ ചായ? പതച്ചായ. கால் வசி தான் இருக்கு. நிறைய கொஸ்டின் இருக்குது. ഡോക്ടർ എന്നാ പറഞ്ഞതാ? നല്ല മാറ്റമുണ്ട്. അല്ല, നിന്റെ അഭിപ്രായം അല്ലേ ചോദിച്ചേ? ഡോക്ടർ എന്നാ പറഞ്ഞാ ചോദിച്ചേ? എല്ലാം ശരിയാവും കുഞ്ഞിക്ക. എന്നാ അച്ഛൻ കാമിക്കില്ലല്ലോ. ചായ പിടിക്കാൻ വരുമ്പോ ഒന്ന് വിളിച്ചൂടെ? ഞാനിക്കാനെ എടാ ഇതാ കുഞ്ഞിക്ക. നമ്മുടെ കുഞ്ഞിക്ക. ആ, നമസ്കാരം. ആ, നമസ്കാരം. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ ഫേമസ് ആക്കിയില്ലേ നീ? ബിരിയാണി മാത്രമല്ല, ബിരിയാണി കടയുടെ വിറകുരയിലെ കഥകൾ വരെ ഫേമസാ. അപ്പൊ നീ അർത്ഥം കൊണ്ടൊന്നും ഇവിടെ ഇതൊക്കെയല്ലേ ഒരു സന്തോഷമുള്ള കാര്യം. ഇവൻ പറഞ്ഞ പോലെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. ഈ ആശുപത്രിയുടെ അകത്ത് കിടക്കുന്ന ഒരു സൂപ്പർ നിങ്ങൾ എന്തെങ്കിലും കഴിച്ച അസുഖം ഉണ്ടാക്കി അകത്തേക്ക് കയറിയിരിക്കണം. നല്ല സന്തോഷമായിട്ടിരിക്കണം. അല്ലടാ കുഞ്ഞമ്മ? എന്റെ ചാർജർ ഉണ്ടോ? അതെവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അവിടെ എങ്ങുമില്ല, ഞാൻ നോക്കി. 56% ബാക്കിയുള്ളൂ. മോനെ നിനക്ക് ഭ്രാന്താട്ടാ? എനിക്ക് ഭ്രാന്തില്ല, എന്റെ ചാർജർ കാണുന്നില്ല. സാധനം ഞാൻ എടുത്ത് മാറ്റി വെച്ചു. ചാർജറിന്റെ അസുഖമുള്ള കുട്ടിയാ, പാവാ. അവന് സന്തോഷാട്ടെ, ചാർജർ അല്ലേ? எதுக்கு வினிஷிங் போட்டாங்க? தேங்க்யூ. இல்லை, அதான் பாட்டு பாடுறதுக்கு போட்டிருக்காங்க. புரியுது. அந்த இது ஸ்டாண்ட் பை ரூமே வந்து ஃபேமிலியாக தான் இருக்காங்க எல்லாரும். ஆனால் இங்கிலீஷ் ஒரு லைன் போட்டார் பற்றி அவரு மாமனார் அமைச்சிருக்காரு. ഇനി നിങ്ങൾക്കാർക്കും വിഷമാവൂലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നാ രവിയായിട്ട് വിഷമാലും ഒരു കാര്യം പറയട്ടെ. റോങ്ങാ. 100 എഴുതടാ. 100. என்னதான் பண்றான் அவன்? அது ஒரு ஸ்டோரி இருக்கும். டோன்ட் வரி. ലോകം മൊത്തം കണ്ടോട്ടെ, നല്ല കാലം വരും. ഇതൊക്കെ ഫോട്ടോ എടുക്കുന്നത് 2 സൈഡും ടാർച്ച് ലൈറ്റ് വെച്ച്. ഹരിരാ
ഹലോ, അന്ന് പറഞ്ഞ ഉത്തരവില്ലേ അത് തെറ്റായിരുന്നു കേട്ടാ. അണിഞ്ഞുപോയി. എന്താ ശരിക്കും എന്താ പ്രശ്നം? അമ്മ പറഞ്ഞതുകൊണ്ടാണോ അതോ കെവിനോ എന്നോട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എനിക്കിതൊക്കെ ആലോചിച്ചാകെ തലയ്ക്ക് വട്ടായിരിക്കുക. ഈ ഓട്ടത്തിനിടയ്ക്ക് തന്നെയും കൂടെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയാ ചോദിക്കാൻ ഞാൻ. നമുക്ക് നമ്മുടെ സർജറി ഉണ്ട് സംസാരിച്ചാൽ പോരെ? ഇത് തന്നെയല്ലേ കെവിനെ എപ്പോഴും പറയുന്നത്. ഇനി അമ്മ ഡിസ്ചാർജായി വന്നിട്ട് എന്നെ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ കെവിൻ അത് ചെയ്യുമായിരിക്കും അല്ലേ? ടെൻഷൻ ആവണ്ടടോ. നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഇതിനെപ്പറ്റി സംസാരിക്കണ്ടേ? അതുകൊണ്ട് ചോദിച്ചത്. ഹലോ, ആ ചേട്ടാ, ഇത് തന്നെയാ വീട്. എന്നാ ഞാൻ പൊക്കോട്ടെ കെവിനെ, ഊബർ വന്നിട്ടുണ്ട്. ഞാൻ വരുന്നതിന്റെ കുറെ നാൾ മുമ്പ് തന്നെ നീതു ഇവിടെ ഇല്ലേ? ഒരു 1.5 മാസമായി. അയ്യോ, എന്നിട്ട് എന്താ ചേച്ചിക്ക് ഇതൊരു ഡേറ്റ് കിട്ടാത്ത? എടോ, ചേച്ചിക്ക് എപ്പോൾ വേണമെങ്കിലും സർജറി ഉണ്ടാവാം. കോംപ്ലിക്കേഷൻസ് കുറച്ച് കൂടുതലാ. പ്രഷർ വേരിയേഷൻ ഉള്ള കാരണം പ്രീമച്വർ ബേബി ആവാൻ ചാൻസ് ഉണ്ടെന്നാ പറയണേ. നീതു, ഇതിനൊന്നും വലിയ കാര്യമില്ല. ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ എന്തിനാ വന്നേ? പാപ്പാക്കൊരു കൂട്ട്. എന്നിട്ട് വാപ്പാക്ക് കൂട്ടാവുണ്ടോ? ഫുൾ ടൈം ഇവിടെ കറങ്ങി അടിച്ച് നടക്കല്ലേ? നീതു, അങ്ങനൊന്നും പറയരുത്. വാപ്പയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. കാര്യങ്ങൾക്കുള്ള സമയം കണ്ടെത്തുന്നുണ്ട്. അതൊക്കെ ഞാൻ വാപ്പാട് സംസാരിക്കുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യം വാപ്പാടുത്ത് പറയും. ഞാനും പുള്ളി തമ്മിൽ ഭയങ്കര സിങ്കാടോ. നീതു ബാക്കി വണ്ടിപ്പോ കെഞ്ചറാ, എന്താ ഇവിടെ? നീതു ഒന്ന് അകത്തേക്കല്ലേ? എടാ, നിന്റെ ഫോൺ എന്ത് സൈലന്റ് വെച്ചേക്കായിരുന്നു ഏട്ടാ. കുറെ നേരെ വിളിച്ചോണ്ടിരിക്കും. ടെറസിലിരിക്കായിരുന്നു. എടാ, വിഷ്ണു ചേട്ടൻ വന്നിട്ടുണ്ട്. എന്താ ചേട്ടാ? രവേട്ട, എന്താ രവേട്ട? വിഷ്ണുടാ, എന്താ പാക്കൊക്കെ ചെയ്യുന്നത്? നീയോ താത്തേച്ചില്ലേ? ഡോക്ടർ വന്നിട്ട് ഉമ്മി ബങ്ങളൊക്കെ വരുന്നുണ്ട്. അതെന്താ, നമ്മൾ ആശുപത്രിയിലും മാറുവാണോ? ഉപ്പ പോണ நல்லா போய் എന്താടാ? കോള് കണക്ട് ആവുന്നില്ല. അപ്പനെ വിളിച്ചിട്ട് കിട്ടണില്ല. ആകെ ഒരു ടെൻഷൻ. എന്താ കാര്യം? ഞാൻ അപ്പനോട് ഒരു 100 വട്ടം പറഞ്ഞ വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടെന്ന്. അപ്പം അപ്പനാ പറഞ്ഞു ഇവിടുത്തെ ഡോക്ടർ നല്ല ട്രീറ്റ്മെൻറ്റ് വേണമെന്ന്. എന്നിട്ട് താജിൻ്റെ അപ്പയുടെ കാര്യം എന്തായി? അതിപ്പോൾ ഇവരുടെ കുഴപ്പമുണ്ടാണെന്ന് പറയാൻ പറ്റുമോ? സർജറിക്ക് ഇറേ സംഭവിച്ചൊന്നുമല്ല. അതിന് മുമ്പുണ്ടായൊരു പാനിക് അറ്റാക്ക് അല്ലേ? പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലോ എക്സ്റേ, സ്കാനിങ്, ICU എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് കിടച്ചിട്ടൊരു വലിയ ബില്ലും ഇങ്ങ് തരും. ഇതാകുമ്പോൾ പൈസ കുറവല്ലടാ. പിന്നെ മനുഷ്യത്വമുള്ള ഡോക്ടർമാരും. എവിടെയായാലും നമ്മൾ ഡോക്ടർമാരെ വിശ്വസിക്കുക. അതേ നമുക്ക് ചെയ്യാനുള്ളൂ. നിങ്ങൾ ആരോടെ കിടക്കണല്ലേ? കിടക്കണല്ലേ? എന്താ വിഷയം? അല്ല സാബു ചേട്ടാ, ടെൻഷനായോണ്ടാണ്. നിനക്ക് പ്രാന്താടക്കെ ഇവനെ. നിനക്ക് നിന്നൊരു വിശ്വാസമില്ലടാ. അത് ചുമ്മാ ടെൻഷൻ അടിച്ചിട്ട് കിടക്കടക്കെ ഇവനെ. ஜோர்ஜ் நடந்து போனது நல்ல இது வந்துச்சு. കവിനെ, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഗവൺമെന്റ് ഹോസ്പിറ്റലും നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് അറിയോ? കേട്ടോ? ഓ, ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾക്ക് വിഷമാവോ? ഇല്ല. നിങ്ങളിപ്പോൾ കിടന്നോളണം നിങ്ങൾക്ക് നല്ലത്. ഞാൻ ഈ ഹോസ്പിറ്റലിൽ ചാർജ് എടുക്കുന്നതിന് മുമ്പേ അല്ലേട്ടനോട് ഉണ്ട്. എന്നെക്കാള് എക്സ്പീരിയൻസ് ഉള്ള ആളാ കേട്ടോ. നമ്മൾ സർക്കാർ ജീവനക്കാരായതുകൊണ്ട് ഒരു പ്രായമാകുമ്പോൾ റിട്ടയർഡായി പോയേ പറ്റൂ. കെവിനെ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ. അവനെവിടെ? അവന് ഫാർമസിയിലോ മറ്റോ പോയി കാണുമല്ലോ. നമുക്ക് അവിടെ പോയിട്ട് അവനോട് സംസാരിച്ചിട്ട് രാവിലെ ഒറ്റക്ക് കിടക്കണേ. ഞാൻ ചായ കുടിക്കാൻ വിളിച്ചിട്ട് പോലും ഒന്നുമില്ല. നീ എന്തിനാ അവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കും? എടാ കെവിനെ, നിനക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് വല്ല അസുഖം വരും കേട്ടാ.
രാജുവിന്റെ വാപ്പയുടെ കാലം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടേക്ക്. പുള്ളിക്ക് 95% ബ്ലോക്ക് ഉണ്ടായിരുന്നു, കൂടെ പാനിക് അറ്റാക്കും. മൂപ്പരെ ചോദിച്ച ഡോക്ടർ ആരെന്നറിയോ? ജയകുമാർ. UK MRCP എടുത്ത ആളാ. 100% സക്സസ് റേറ്റ് ഉള്ള ഡോക്ടറാ. ഇതൊരു റെയർ കേസാ. നീ വെറുതെ ചുമ്മാ വെച്ചിട്ട് വെറുതെ ടെൻഷൻ അടിക്കില്ലേ, അല്ലാണ്ട് ഒരു വിഷയമില്ല. ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ എന്റെ പെണ്ണിനെ കൊണ്ടുപോകും. നീ എന്റെ സുലയെ കുറിച്ച് അന്വേഷിച്ചാ? എന്റെ പൊന്നു ജെബേട്ടാ, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ? ഈ ചേട്ട മാറ്റി വെക്കുന്നത് ചെറിയൊരു ഓപ്പറേഷനാ, മനസ്സിലായോ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളെയൊക്കെ സ്പീഡിലെ ചേച്ചി ഓടിക്കും. നമുക്ക് പേടിക്കാനൊന്നുമില്ലടാ. ആ, എനിക്ക് ചിത്രയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ സമയമായി, ഞാൻ പോയിട്ട് വരാം. ഡാ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല ചക്കരെ, കേട്ടാ? പോയിട്ടുടനെ വരൂലേ? ആ സാബു, ചിത്രയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടാ? ഇപ്പൊ കുഴപ്പമില്ല, ശരിയായി വരുന്നുണ്ട്. ഞാൻ വലിയൊരു കാര്യം പറഞ്ഞോട്ടെ, ബില്ലിത്തിരി കൂടുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. ഞാൻ നാളെ എത്തിച്ചേരാം. പിന്നെ നീയും ചിത്രയും കൂടെ ഇവിടെ ഒരുമിച്ച് വന്ന ഓരോ ചായ കുടിച്ചിട്ട് പോകുന്നത് കാണാൻ ഒരു ആഗ്രഹം. எல்லாருக்கும் இவர் குத்துன்னு இருந்தாரு. படம் டவுன்ல போகுது, எல்லாரும் கஷ்டப்படுற ஆரம்பிச்சிட்டாங்க. ஜாலியா இருந்தாங்க. அந்த டவுன்ஸ் அச்சி பொழுதுட்டு இருக்காங்க போல. 8 மாசம் முடிச்சுட்டு வந்துக்கிறாரு போல. அவ்வளோதான் நினச்சிப்பா. ஏண்டா இடி சோ ஈவில். அவ்வளோ சார் ஃபேன் நான். എപ്പോ എത്തി? എവിടെയായിരുന്നു? ഇപ്പൊ എത്തിന്ന് പറ. ഞാൻ രാവിലെ എത്തി. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? ഷിപ്പില്ലേ? ആ, അത് നല്ലതായിരുന്നു. പിന്നെ യൂറോപ്പിലേക്കായിരുന്നല്ലേ? ആ, യൂറോപ്പിലോട്ടായിരുന്നു. പിന്നെ കുറെ പേരുണ്ടായിരുന്നോ? കാൽഷിപ്പ് ആരെങ്കിലും കടലിട്ട് ഓടിക്കോ? വണ്ടി നിറയെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇത്തവണ ടർക്കിഷ് ആയിരുന്നോ ഇറ്റാലിയൻ ആയിരുന്നോ? ടർക്കിഷും ഇറ്റാലിയനും എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ കുഞ്ഞിക്ക് എന്തെങ്കിലും പറഞ്ഞോ? എന്നും പറയാറുണ്ടല്ലോ. അതല്ല, പറ, കുഞ്ഞിക്ക് എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ ലേറ്റായി. പപ്പടം ഈ വാച്ച് തെറ്റാ, നിക്ക് നിക്ക്. കുഞ്ചിക്ക് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇതൊന്നും പറയണ്ടല്ലോ. ആണോ? ആണല്ലോ. എന്താ പറഞ്ഞേ? എന്താടാ എന്താ പറഞ്ഞ കുഞ്ഞിക്ക? അത് നീ എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. അതല്ല, ആ കൊച്ചെന്താ പറഞ്ഞേ? ഏത് വെച്ചു? ആ കൊച്ച് പിന്നെ പറഞ്ഞെങ്കിൽ തന്നെ നിന്നോട് ഞാൻ പറയണമെന്നുണ്ടോ? പണ്ടൊക്കെ എന്തായിരുന്നു, വരുന്നു, സ്പ്രേ എടുത്ത് പീച്ചുന്നു, കൗശലം പറയുന്നു, കുശലം കാട്ടുന്നു. ഇതിന്റെ ഒരു സാധനം എനിക്ക് വേണ്ട, അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ വന്ന പാടെ ഒരാളിരിപ്പുണ്ടെന്ന് നോക്കാതെ 2 എണ്ണം കൊണ്ട് ഒറ്റ വിടിയില്ലല്ലേ. ഇത് കൂടുതൽ മൂത്ത് കഴിഞ്ഞാൽ പപ്പടം മേടിക്കലൊക്കെ നിർത്തും. മിക്കവാറും ഈ കടയിൽ പപ്പടം ഉണ്ടാവില്ല. എനിക്ക് ആ കൊച്ചിന് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അതുപോലെ ആ കൊച്ച് തിരിച്ചു വന്ന് എന്നോട് ഹിന്ദിയിലൊരു വർത്താനം, മേരാ ജീവൻ സക്താ ഹെ, നിന്നെ ഇഷ്ടമാണെന്നൊക്കെ ഉള്ള രീതിയിൽ ആ കൊച്ച്. സത്യമായിട്ട് നീ എന്നാ പറഞ്ഞ என்னடா ஸ்டோரி இங்க வரலையேன்னு பார்த்தேன். ஓ, வேண்டுதே பண்றாங்க உங்களுக்கு. முடிக்கல, வேண்டுதே பண்றாங்க உங்களுக்கு. பத்தியா ஒரு டூத் பேஸ்ட் இது ப்ரஷ் இது பண்ணல. கதை பாஸ்ட் ப்ரெசென்ட் ஜம்ப் பண்ணி ஆனால் கரெக்டாக புரியுது. செம்ம கலர் கிரேடிங்கும் சூப்பராக இருந்துச்சு. எல்லாமே நல்லா இருந்துச்சு. 7G ரெயின்போ கல் மாதிரி. யாரோ மாதிரி இது, எங்க பார்த்த அதான் எனக்கும் எங்க பார்த்த மாதிரி இது. ഭയങ്കര ഡാൻസ് ആണല്ലോ. ഇതാ ഗുജറാത്ത് റിയാക്ട് പപ്പടം മാത്രമല്ല சொன்னாரு ഇവര് നീ ചന്ദ്രൻ തൊട്ടിരിക്കുന്നേ. ഗുജറാത്ത് റിയാക്ട് പ്രസന്റില് டென்ஷன் ஆகுது எனக்கு. நான் பார்த்தாலே எனக்கு டென்ஷன் பத்திக்கின்னு வருது எனக்கு. അമ്മ
അച്ഛനും അറിഞ്ഞോ? ചേട്ടനോ? എല്ലാരും അറിഞ്ഞു എന്നോ. നീ എന്താ ചെയ്യണ്ടേ? എന്നോടാ ചോദിക്കുന്നേ? ഇത് ഫേസ് ചെയ്യാൻ തീരുമാനിച്ചല്ലേ? ഞാനൊരു കാര്യം വരെ നമുക്ക് അറിയാമായിരുന്നല്ലോ. തമാശ കളിക്കല്ലേ. എനിക്ക് പഴയ പോലെ വീട്ടിൽ നിന്നൊന്നും വരാൻ പറ്റില്ല. ഫോണില്ലപ്പോ? അതും കൂടി പിടിച്ചോ എല്ലാത്തിനും തീരുമാനമായി. ഞാൻ ടെൻഷൻ അടിക്കില്ലേ? ഞാൻ അവിടെ ഇല്ലേ? ഇപ്പം ഇവിടെ ഉണ്ട്. ജോലി എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോകും. എത്ര മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്? അതിൻ്റെ ഇടയ്ക്ക് എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആരെയുള്ള ഇവിടെ? ഒറ്റയ്ക്ക് അങ്ങ് നേരിടണം. കുഞ്ഞിക്കൊക്കെ ഇല്ലേ? ഒന്നും ഉണ്ടാവില്ല. കുഞ്ചിക്ക് മതിയോ? അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ അറിയോ പോലും ഇല്ല. കെവിനെ അപ്പൻ എത്ര നേരമായി വിളിക്കുന്നു? ടെൻഷനായിട്ടായിരിക്കും. ആ ഫോണൊന്നും എടുക്കാം. എടോ, ഞാനാകെ ടെൻസ്ഡാണ്. ഫോൺ എടുത്തിട്ട് എന്താ പറയണ്ടെന്നുള്ള എനിക്കറിയാൻ പാടില്ല. അമ്മക്ക് വയ്യാണ്ടായ ശേഷം ഞാനാകെ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ. കൊച്ചിലെ തൊട്ടും അപ്പം ഗൾഫിലായതുകൊണ്ട് അമ്മയാണ് എൻ്റെ എല്ലാ കാര്യവും നോക്കിക്കൊണ്ടിരുന്നത്. അമ്മയും കൂടി ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ ഞാനാകെ തളർന്നുപോയി. നമ്മുടെ കാര്യം പോലും ഞാൻ കാരണം ഇങ്ങനെയൊക്കെ. എടോ, എനിക്കറിയാം ഞാനാ സ്ട്രോങ് ആയി നിൽക്കേണ്ടതെന്ന്. പക്ഷെ എന്നെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മൊത്തത്തിലൊരു മരവിപ്പ. ചെറി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നിന്റെ അടുത്ത്. സോറി. സർജറി സ്റ്റാർട്ട് ചെയ്തോ? ആ, തുടങ്ങിയപ്പോ. കെവിനില്ലേ അടുത്ത്? മോളെ, നീ അവനെ ഒന്ന് നോക്കിക്കോണേ. പാവത്തിന് ടെൻഷൻ ആയിരിക്കും. ഇതിനു മുമ്പ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒന്നും നിന്നിട്ടില്ല. കെവിന് ടെൻഷനൊന്നുമില്ലപ്പാ. ഇതേ ആളിവിടെ കൂളായിട്ടിരിപ്പുണ്ട്. അവനോടൊന്ന് തന്നെ വിളിക്കാൻ പറയണേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിച്ചോളാം. പോട്ടെ. ഞാനിനി പോണില്ല. ഈ 8 മാസം 4 മാസം അവരുടെ നിർത്തി. ഞാൻ ഷിപ്പിൽ പോണില്ല. ഞാൻ അവിടെ നിന്ന് പോയാലല്ലേ പിന്നെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോകുള്ളൂ. അത് ഞാൻ സമ്മതിക്കൂ. ഞാനീ പോണില്ല. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? എനിക്കെന്ത് ഇഷ്ടമാണെന്നറിയോ? मैंने छोड़ी ना नहीं जा. मैंने छोड़ी ना नहीं जा. ചോടത് കെടുതെന്ന് എനിക്കറിയില്ല. എന്നെ ഞാൻ ഇട്ടേച്ച് പോവില്ല. കെവിൻ എവിടെയാ? ഞാൻ കുറെ പ്രാവശ്യമായിട്ട് നിന്നെ വിളിക്കുന്നു. ടെൻഷനായിട്ടോ ആയിരുന്നപ്പാ. പിന്നെ ഡോക്ടർ വന്നല്ലോ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ആശ്വാസമായിരുന്നു. ഡിസ്ചാർജിനെ കുറിച്ച് ഡോക്ടർ വല്ലതും പറഞ്ഞോ? ആ, ഒരു 1 വീക്ക് കഴിയുമ്പോൾ പൊക്കോളാനാ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല. ചെറിയ ഉണ്ടായിരുന്നു. ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല പാവം. എന്നിട്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്നോളൂ ഇപ്പം. അപ്പൊ ശരി, ഞാൻ പിന്നെ വിളിക്കാം. എന്താടാ? അപ്പനെന്തോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്തോ കാര്യത്തിനെ പറ്റി സംസാരിക്കാന്ന് പറയണ്ടായില്ലേ? ചെറിയ കാര്യം. ഓ, അതോ? അതാദ്യം നിന്റെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ. നീ ഈ സൈറ്റ് വിസിറ്റും ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് വളരെ ബിസി അല്ലേ? എന്റെ തിരക്ക് കഴിഞ്ഞ് ഞാനിപ്പോ കാമായി. എന്നാലേ ഞാൻ അത്ര കാമല്ല. ഞാൻ ട്രാഫിക്കില. എല്ലാം മനസ്സിൽ വെച്ച് പെരുമാറുന്ന പോലെ കേട്ടാ. അപ്പൊ എനിക്കിപ്പോ അവളായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളൊന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? എനിക്ക് അപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ അപ്പം സെറ്റാക്കി താപ്പാ പ്ലീസ്. ഞാൻ അവളോട് സംസാരിച്ചോളാടാ. ആണാ? ഓക്കെ. ലവ് യു അപ്പ. Tippy tippy tap, which color do you want? Orange. Orange. Love. Love. Control Chandra, love. 40 years. രവിയേട്ടാ, ഡെസ്പായോ? ട്രൂ ലവ് ഒന്നും ഇപ്പൊ ആർക്കും ഇഷ്ടമല്ലടോ. കെവിനെ ഇരി. മുഖത്തിനൊരു തെളിച്ചൊക്കെ ഉണ്ട്. ടെൻഷനെ കഴിഞ്ഞില്ലേ കേട്ടാ? പിന്നെന്താടാ ഒരു നാണം? അയ്യേ, നാണോ? ഉണ്ട്, നാണമുണ്ട്. ഈ നാണമൊക്കെ കണ്ട എനിക്ക് മനസ്സിലാവും. 40 years. കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഏകദേശം ഓക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് പോണതിന് മുമ്പ് എല്ലാം ഓക്കെ ആയിരിക്കണം. ഇതാ തണുത്ത തവണ. ഇത് 3ാമത്തെ തവണയല്ലേ നിങ്ങൾ എടുത്തു തരണേ അല്ലേ?
ഈ മരുന്നെഴുതുന്ന പേപ്പറിൽ നിങ്ങൾ ഡിസ്ചാർജ് എഴുതി തന്ന അസുഖം മറത്ത ആളും കൂടി അവിടുന്ന് പോണോ? ഞാൻ പോണോ? ചേട്ടാ എവിടെ കിടന്ന് ചൂടാവല്ലേ? ഞങ്ങൾ ചൂടായിട്ട് ഒരു കാര്യമില്ല. ചൂടാവണ്ടേ? ഞാൻ എവിടെ പോയി ചൂടാവണം? നിങ്ങളൊക്കെ എങ്ങനെയാണോ? അത് എന്നോട് മാത്രമാണോ? ഞാനെന്താ പൈസ അല്ലേ തരണേ? അല്ലേ? ഞാൻ നിങ്ങളോട് വേറെ എന്തെങ്കിലും ചെയ്താ? ചേട്ടൻ ഇത് ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? ചേട്ടൻ എന്തെങ്കിലും പറയാൻ ഡോക്ടറെ എടുത്ത് എടോ, ഇതിൽ എഴുതിയിരിക്കുന്ന വിവരണം മനസ്സിലാക്കാൻ ഞാൻ ഡോക്ടറെ പോയി കാണണ്ട. എനിക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇയാളോട് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും? എനിക്ക് ആരും മനസ്സിലാവില്ലെന്ന് പിടികിട്ടി നിൽക്കാട്ടാ. ஆளையை மாத்திட்டு இருக்கிறாங்க. தாடி எடுத்துட்டு ഞങ്ങള് സാബു ചേട്ടനെ സംസാരിക്കേണ്ടി വന്നാണ്. ഓ, അയാള് പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലേ? അന്നേരം അയാൾക്ക് വന്നിട്ടൊന്നും കാണാൻ പറ്റില്ല. പുള്ളിക്കാരനാകെ ടെൻഷനിലാണ്. എടോ, ഒരു പ്രശ്നം വരുമ്പോൾ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? അതിനെ ഫേസ് ചെയ്യുക, അതല്ലേ വേണ്ടത്. ശരിക്കും എന്താണ് ഡോക്ടർ പ്രശ്നം? അത് ശരി, ഇത്രയും കാലം കൂടെ ഉണ്ടായിട്ടും നിങ്ങളോടൊന്നും ഈ കാര്യം പറഞ്ഞിട്ടില്ലേ? അല്ല, സാബു ചേട്ടൻ പറഞ്ഞേക്കണത് ചേച്ചി അടുക്കളയിൽ വീണിട്ട് ഡിസ്കിനെന്തോ. എടോ, 9 മാസമായി ആ കുട്ടിയുടെ കാല് നിലത്തുറച്ചിട്ട് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല. എന്ത് മിറാക്കിൾ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇനിയൂടെ കിടത്തുന്നത്. അയാളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനുശേഷം എൻ്റെ നിന്നെന്തോ കടം മേടിച്ച പോലെ അയാൾ എന്നെ കാണുമ്പോൾ ഒളിച്ചു കിടക്കുക. ഞാനെന്ത് ചെയ്യുക? അയാളൊരു പ്രശ്നക്കാരൊന്നും അല്ല ഡോക്ടർ. സാബു ദേഷ്യപ്പെടുന്ന ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കറിയാം, അയാളൊരു സാധാരണക്കാരനാണ്. എന്തോ മഹാ അത്ഭുതം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അയാള്. പാവം, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കാം. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് റിയാലിറ്റി എന്നുകൊണ്ടല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. താൻ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആളല്ലേ? അയാളെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ഡോക്ടർ, ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഹോപ്പുണ്ടോ? என்னடா பண்ணானுங்க? டிஸ்க் ப்ராப்ளம் இல்லடா. இது படிச்சு வச்சுட்டு இருக்காங்க. டிஸ்க் ப்ராப்ளம் வந்தாலே ஏஞ்சி நடக்கிறது கஷ்டம் தான். பாடி தாங்கணும்ல, டிஸ்கில் தானே தாங்குது, அப்பர் பாடியில் வருது. ഞാൻ എൻ്റെ കൺട്രോൾ ഇട്ട് പോയിടാ. പെട്ടെന്നേ അവർ ഡിസ്ചാർജ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ടോണി സ്റ്റാർனா டப்புன்னு ஏதாவது பண்ணிருப்பாரு. പിടികിട്ടു പോയി. സാബുവേ, ഞങ്ങൾ ഡോക്ടറെ കണ്ടിരുന്നു. ഇപ്പോൾ ഒരുപാട് നാളൊക്കെ ആയില്ലേ? അപ്പോൾ വേറെ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ ഏട്ടാ. നമുക്ക് ആയുർവേദോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേറെ ട്രൈ ചെയ്താൽ ചിലപ്പോൾ രക്ഷപ്പെടുന്നല്ലേ? പ്രതീക്ഷ ഉണ്ടാവില്ല. എനിക്കത് പറ്റൂല കേട്ടാ. അവിടെ അടക്കള ഭാഗത്തൊന്ന് തെന്നി വീണു. ഞങ്ങളിവിടെ നടത്തിയിട്ടാ കൊണ്ടുവന്നേ. ഇവിടെ സ്കാനിങ്ങിനും എല്ലാത്തിനും ഞങ്ങൾ ഒരുമിച്ച് നടന്നാ പോയേ. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ ഒന്ന് പറയാം അവള് നടക്കില്ല, മിണ്ടില്ലെന്ന്. ഞങ്ങൾ ഇത്ര നാളെ സ്നേഹിച്ചിട്ടേ 3 ദിവസമോ ഒരുമിച്ച് ജീവിച്ചു. നിങ്ങൾ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. നിന്റെ വിഷമവും മനസ്സിലായി. പക്ഷേ ഡോക്ടർ പറയുന്നതൊക്കെ നമ്മളൊന്ന് ഉൾക്കൊള്ളണം. അത് കേൾക്കാനുള്ള മനസ്സ് നീ കാണിക്കണം. നിങ്ങളും കൂടി ഇങ്ങനെ പറയല്ലേ രവിയേട്ടാ. ഞാൻ ഇങ്ങനെ ഒന്ന് പിടിച്ചു നിന്നോട്ടെ. അവളെ വരന്ന് കൂടെ നടത്തിക്കൊണ്ടുപോകും. ശരിയാവും. ഞങ്ങളൊന്ന് കണ്ടിട്ട് വരട്ടെ. இவரு அசோக் வந்து ஃப்ரீஸ் ஆகி நின்ட்டார். என்ன பண்றதுன்னு தெரியல. சரி நான் சொல்றேன், நீ பக்கத்துல உட்காந்து கன்சல்ட் பண்ணணும்னு சொல்லிருப்பான். அவர் ஃப்ரீஸ் ஆகி உட்காந்துட்டார். ஆனா இவர் பக்கத்துல கிட்ட வந்து பேசுறாரு, கன்சல்ட் பண்றாரு. இந்த எக்ஸ்பீரியன்ஸ் தெரிஞ்சு பாரு அந்த ஃபீல்டு. வரும்போது நல்லா வந்துக்கிறாங்க. அது அப்போ வந்து ஓரளவுக்கு இருந்திருக்கும் ஸ்டார்டிங் ஸ்டேஜ். இந்த ഇരട്ടവിടെ ഇതിൽ പോകാൻ വന്നാ കൊള്ളാം. സാബു മാറ്റി പിടിച്ചാലോ? അജിത്തെന്നോ മാധവനെന്നോ രാഹുൽന്നോ റോഹിത്നോ ചിത്ര രാഘുൽ എങ്ങനെയുണ്ടാവും? രാഹുൽ തന്നെ നന്നായിരിക്കും. വേണ്ടേ? ഈ ചിത്രക്ക് ഈ സാബു മതി.
2 സൗത്ത് നെയിംസ് 2 നോർത്ത് നെയിംസ്. എപ്പോ വന്നു? കുറച്ചേരെ താജ് ഓക്കെ ആയോ? റെഡിയായി ഇങ്ങനെ വരുന്നുണ്ട്. നീയോ? വെള്ളം വേണോ? യൂറിനെന്ന് சொல்லியிருந்திല്ലേ? ആമാ എല്ലാവരും നടന്നിട്ട് എത്തുന്നില്ല. അവള് കിടക്കുന്ന അച്ഛന് മോളെ വിശേഷങ്ങളൊന്നും അറിയാൻ താല്പര്യമില്ലെങ്കിലും നമുക്കറിയാതിരിക്കാൻ പറ്റൂലല്ലോ. അന്ന് ഞാൻ ഇത്രയൊന്നുമില്ല, കൊടക്കമ്പി പോവുള്ളൂ. അവളെ വീട്ടുകാർക്കെന്നല്ല, ആർക്കും ഇഷ്ടവുമില്ല, ആരും സമ്മതിക്കില്ല. പക്ഷേ അവളെല്ലാം ഇട്ടെറിഞ്ഞ് എൻ്റെ കൂടെ ഇറങ്ങി പോന്നടോ. നിനക്ക് വിഷമാവൂല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അവൾ അടുത്തില്ലാണ്ട് എനിക്ക് പറ്റുന്നില്ലടോ. അകന്നിരിക്കാനുള്ള വേദന സഹിക്കാൻ പറ്റുന്നില്ലടോ. നമ്മൾ ഈ ഭൂമിയിൽ കുറച്ച് സമയമല്ലടോ ജീവിക്കണുള്ളൂ. മനസ്സിലായി കേട്ടാ. சொல்லாம சொல்லிட்டு அண்ணா பொண்ணுங்க. அப்ப அவனுக்கு எதுவும் பண்ணலையா? ரெடி பண்றாரு பொழுதுரா. வச்சு செவுத்துல ஏத்து ஞாபகம். നിനക്ക് വിഷമാവൂല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. വേടം പറയണ്ട, എനിക്ക് വിഷമാവും. നീ അവിടെ ഇരുന്നോ, നീ വരണ്ട, അത് ശരിയാവൂല. இவரு முஞ்சிச்சு போல. இல்ல முஞ்சிச்சு நினைக்கிறேன். ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ മുടിയൊന്ന് മാറ്റി ഇപ്പോഴും മുഖത്ത് ഇങ്ങനെ കിടന്നിട്ട്. എന്ത് പറ്റി? ഇങ്ങനെ മതിയോ? മതി. കൊള്ളാമോ? ഇതപ്പോ കഴിയും. அவங்க ஒன்னா பார்த்தா ஒரு ஃபீல் பண்ணுவாங்க. வராதன்னாரோ ഇതെന്നാടാ സാവു? എൻ്റെ മറ്റേ കണക്ക് വിട്ടേക്ക്. ഹാ സാവു, അന്ന് ഞാൻ കണ്ടപ്പോൾ ചുമ്മാ പറഞ്ഞതല്ലേ ഉള്ളൂ. എടാ നിന്റെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ തീർന്നിട്ട് നീ തന്നാ മതി. എന്തായാലും ഞാൻ തരണ്ട ചോദിച്ചേട്ടാ. പിടി സാബു, വേറൊന്നും തോന്നലടാ. ആട്ടാ ഇപ്പൊ എന്തേലും എടുക്കണോ? എനിക്ക് കട്ടൻ കാപ്പി വേണം. സാബുവിന്റെ കട്ടൻ കാപ്പി എടുത്തേ. കെവിനെ കണ്ടില്ലല്ലോ, അവനോട് ഇല്ലേ? ഓഫീസിൽ പോയിരിക്കുക, കുറെ ദിവസമായിട്ട് ലീവായിരുന്നില്ലേ. ആ, നാളെ കഴിഞ്ഞ് അമ്മയെ ഡിസ്ചാർജ് ചെയ്യുമല്ലേ? അവനെന്ത് പറയുന്നു? അവനിപ്പോ ഓക്കെയാണ് ഏട്ടാ. ഈ അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ പരസ്പരം മനസ്സിലാക്കി വരാൻ കുറച്ച് സമയമെടുക്കും. അതിൻ്റെ ഒരു ടൈം പീരീഡായിട്ട് കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ സമയം എടുക്കുന്ന തോന്നുന്നത്. കെവിൻ കഴിഞ്ഞ ദിവസം കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ട് വീട്ടിലോട്ട് വന്നായിരുന്നു. പുള്ളിയുടെ വിചാരം കുക്കിംഗ് എൻ്റെ വലിയ പാഷനാണെന്നാണ്. അവനെയും കുറ്റം പറയാൻ പറ്റില്ല. എപ്പം നോക്കിയാലും ഞാൻ ഈ അടുക്കളയും കുക്കിങ്ങും പരിപാടിയൊക്കെ അല്ലേ. സത്യം പറഞ്ഞാൽ ഞാനിതൊക്കെ അമ്മ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നതാണ്. കെവിൻ അതൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ ഈ ചേട്ടൻ പറഞ്ഞ പോലെ പരസ്പരം മനസ്സിലാക്കാൻ കുറച്ചുകൂടെയൊക്കെ സമയം എടുക്കുമായിരിക്കും. അമ്മയോടൊന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ചെറിയ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും വിചാരിച്ച്. പക്ഷെ നടക്കണ്ടേ? ഇവിടെ 100 നിയമങ്ങളല്ലേ. അകത്ത് കയറാൻ പാസ് വേണം, പിന്നെ കയറിയാലും 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റുള്ളൂ. ചുറ്റിലും നിറച്ചു ആൾക്കാരും, പിന്നെ ഫ്രീ ആയിട്ടൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല. ചേട്ടൻ തന്നെ ഇപ്പം എത്രയായി കാണും ചേച്ചിയോടൊന്ന് നല്ലപോലെ സംസാരിച്ചിട്ട്. അല്ല, കെവിൻ എന്നോട് പറഞ്ഞായിരുന്നു കാര്യങ്ങൾ. ചേച്ചിയെ ചേട്ടനെ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കൂടെ? അല്ല ചേട്ടാ, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ കിടക്കാനൊന്നും ആർക്കും വലിയ താല്പര്യം കാണില്ല. എത്ര നാളാന്ന് വെച്ചാൽ മേലോട്ട് നോക്കി ഫാനും ലൈറ്റും നോക്കി കിടക്കുന്നേ. ആരോടും മിണ്ടാനും പറയാനും ഒന്നും പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ചേച്ചിക്ക് ചേട്ടനോട് ടൈം സ്പെൻഡ് ചെയ്യാനാ താല്പര്യം എന്നാ. അതാവുമ്പോൾ ചേട്ടനും ചേച്ചിയോട് എപ്പോഴും മിണ്ടിയും പറഞ്ഞു നോക്കിയിരിക്കാമല്ലോ അല്ലേ? എന്നാ ചേട്ടാ ഞാൻ ഇറങ്ങിക്കോട്ടെ, അമ്മ അവിടെ ഒറ്റയ്ക്കാണ്. കാപ്പി കാപ്പി ഉണ്ട്. കാപ്പി വേണം, ഞാൻ വേണം. ഇപ്പൊ കാപ്പി വേണോ? ഞങ്ങള് ഇറ്റലിയുടെ ഷിപ്പ് ഡോക്ക് ചെയ്തിട്ട് പോർട്ടിലിറങ്ങും. ചിലരൊന്നും ഇറങ്ങില്ല. ഞങ്ങൾ കുറച്ചുകൂടെ ഡെയിലി രാവിലെ കാപ്പി കുടിക്കാൻ പോകും. അവിടെ ഒരു സോണിയുണ്ട്, എന്തൊരു സുന്ദരിയാണെന്നറിയോ. അവളുടെ പോലെ തന്നെ അവളുടെ കോഫി, അടിപൊളി കോഫി. എൻ്റെ കൊച്ചു ഭയങ്കര സുന്ദരിയല്ലേ. അപ്പൊ എന്റെ കോഫിയോ? ഓ, എന്താ കോഫി, എന്താ കോഫി. ഞാൻ വിചാരിച്ച 8 മാസം 10 മാസം എന്നൊക്കെ പറഞ്ഞ ഷിപ്പിൽ പോകുമ്പോ കണ്ണി കണ്ട സോണിയുടെ കോഫിയും ചായയൊക്കെ കുടിച്ച് വരും. അത് സോണിയല്ല, അതല്ലട്ടാ, അത് മാറിപ്പോയി. അത് സോണിക്കുട്ടൻ, സോണിക്കുട്ടൻ്റെ കാപ്പി. സോണിക്കുട്ടൻ്റെ കാപ്പി ഭയങ്കര കാപ്പിയാ. സോണിക്കുട്ടൻ കുട്ടൻ. ഫാമിലി என்ன பேசுறாங்க, இப்படி இது பண்ணாங்க. എൻ്റെ വെച്ചിട്ട് ട്രാവൽ ചെയ്യണം തോന്നാറില്ലേ? നമുക്ക് കുറേ ട്രാവൽ ചെയ്യണം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പോണ്ടേ നമുക്ക്? പോണം, എനിക്കുണ്ട് അങ്ങനത്തെ ആഗ്രഹങ്ങൾ. ഞാൻ കുറേ സ്ഥലങ്ങളുണ്ട്, നമ്മൾ രണ്ടുപേരും മാത്രം. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളും കുറേ സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട് ടി വിയിൽ. നീ ഒരു കാര്യം ചെയ്യും, ഫ്രീ ആവുന്ന സമയം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലുവ, കളമശ്ശേരി, മട്ടാഞ്ചേരി, ഫോർട്ട്, കണ്ണമാലി, തൃപ്പൂണിത്തുറ പാലസിൽ പോയിട്ട് കംപ്ലീറ്റ് റൗണ്ട് അങ്ങ് കുടിക്കാം. ആഗ്രഹം വെച്ചോണ്ടിരിക്കും. ഉണ്മയാലെ യൂറോപ്പിൽ പോയിട്ട് വന്നിരിക്കും. പോരെ, പോട്ടെ, കാപ്പി കുടിക്കാം. ആയിക്കോട്ടെ. ശരിക്കും പറ, എവിടെ പോകാനാ തോന്നണേ? പറയട്ടെ, റിയോനോവ. ഏ? റിയോനോവ. അതെവിടെയാ? വെനിസ്. എവിടെ? വെനിസില്. വെനീസ്, ഇറ്റലി. ഇറ്റലി. അവിടെ ഒരു പ്രത്യേക തരം ലോബ്സ്റ്റർ പാസ്ത ഉണ്ട്, പിങ്ക് സോസില്. അത് സൂപ്പർ അത്രേ. അത് കഴിക്കാൻ വേണ്ടി അവിടെ പോണ്ട, ഞാൻ ചിക്കൻ ഉണ്ടാക്കി തരാം. ഇതല്ലാതെ അത് വെനിസ്. രീതി അത് കിട്ടുന്ന ഒരു പ്രത്യേക തരം കള്ള്. വെനീസിലെ കള്ള്. വെനീസിലെ തെങ്ങിന്ന് കിട്ടുന്ന ഒരു പ്രത്യേക തരം കള്ള്. അതിങ്ങനെ എടുത്ത് അവിടുത്തെ വെളുത്തുള്ളി ചതച്ച് അവളിതിൽ ചതയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു സോസിന്റെ ടേസ്റ്റ് സൂപ്പറാ. സോസ് മാത്രം തിന്നാ പോരല്ലോ, പിന്നെയും കുക്കുണ്ട്. ഫുഡ് എങ്ങനെ ഉണ്ടാക്കണേ? വേറെ ഒരു മാജിക് കൂടി ഉണ്ട്, പറയട്ടെ? അതെന്ത് മാജിക്കാ? സ്നേഹം. ഇതാണല്ലേ ചെറുതായിട്ട്. അവിടെ ഇരിക്കെ സാബു ഇവിടെ എനിക്ക് 3 നേരം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന് രസല്ലേ? തുണി അലക്കണോ? തുണി അലക്കണോ? അത് വേണം. ഞാൻ ഈ വീട്ടുപണിയൊക്കെ എടുത്ത് നിന്നെ മാത്രം നോക്കിയിരിക്കണം അല്ലേ? പക്ഷെ ഈ സാബു ഇരിക്കും, സാബുവിനത് ഇഷ്ടം. അതാണ് ഈ സാബു. അതാണ് ഈ സാബുവിന് ബ്രേക്ക്ഫാസ്റ്റ് വേണോ? സാബുവിന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. ആണോ? ഓ വാ. എന്താണോ സാബു, താൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നാണോ, അല്ലെങ്കിൽ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വയ്ക്കാൻ വേണ്ടി വന്നോ? ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വരാം. അയ്യോ, അപ്പോഴും സാറിനെ കാണാൻ പറ്റില്ലല്ലോ, സാർ എന്നെ കാണാതെ വിളിച്ചു കിടക്കില്ലേ. ഇനി വേറെ ആരെങ്കിലും വിട്ട് വിളിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നേരം വെക്കിട്ട് കയറുക. എന്താണോ ഇത്? ഞാൻ ഡിസ്ചാർജ് വാങ്ങാൻ വന്നതാ സാറേ. എടോ സാബു,
ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. താൻ ഞാൻ പറയുന്നു ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഞാനെന്ത് മനസ്സിലാക്കാനാ സാറേ? അവളിനി പഴയ പോലെ ആവില്ലെന്നു. സാബു, ഞങ്ങൾ അവള് എൻ്റെ അടുത്ത് ചിരിക്കണം വേണ്ടി തന്നെ തോന്നലായിരുന്നു. ഞാൻ എല്ലാ ദിവസവും അവളെവിടെ നടത്തിക്കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് എവിടെ വരണത് തന്നെ ആ പ്രതീക്ഷയിലാണ് ജീവിക്കണത്. താൻ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ എല്ലാം മാറും. ഇതുവരെ റയൽ സ്റ്റൂബ് വഴിയല്ലേ ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത്, അതൊക്കെ മാറിയില്ലേ? അതുപോലെ എല്ലാം മാറും. പക്ഷെ സമയമെടുക്കും, ചിലപ്പോൾ വർഷങ്ങളോളം. അതുവരെ എന്തിനാണോ അവളെ ഇവിടെ കിടത്തിയിരിക്കുന്നത്? അസുഖം ഒന്നും മേലാണ്ടായ ആശുപത്രിയിലൊന്നും ഭേദമായിട്ടല്ലേ എല്ലാവരും തിരിച്ചു പോണേ. ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ളവർ എന്ത് ചെയ്യും സാറേ? ഒരു ഡോക്ടർ പറയാവുന്നതാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. താൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എല്ലാവരും കരുതുന്ന പോലെ ചിരിച്ചും കളിച്ചും ഒരു വിഷമമില്ല ജീവിക്കുന്നത് മാത്രമല്ല ജീവിതം. ഇതും ജീവിതമാണോ? താൻ ജീവിക്കണം. ഇപ്പോ അവൾ ചിരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ തനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അങ്ങനെ തന്നെയാണ് അവളെല്ലാം മാറേണ്ടത്. താനാ മാറേണ്ടത്. സാറ് ഡിസ്ചാർജ് ചെയ്തിക്കോ, അവിടെ കൊണ്ടുകൊള്ളാം. ചെല്ലു സാറേ. കഞ്ഞി മുഴുവൻ കുടിച്ചല്ലോ. ആ കുടിച്ചു. സാബു ചേട്ടാ പെട്ടെന്ന് ഇറങ്ങിക്കണേ, ഇന്നലത്തെ പോലെ എന്നെ ചീത്ത ഏൽപ്പിക്കരുത്. കഞ്ഞി മുഴുവൻ കുടിച്ചല്ലോ. ഗുഡ് ഗേളാണോ? ഭയങ്കര ഓട്ടമായിരുന്നു. ഒന്നിനും സമയം കിട്ടിയില്ല. ഞാൻ ഡോക്ടറെ അടുത്തായിരുന്നു. ഡോക്ടറിൻ്റെ പേരെന്നും പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ. എൻ്റെ വാശിയായിരുന്നു എന്നോട് കെടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് അവർ വിശ്വസിക്കണില്ല. നീ ചിരിക്കണമെന്നും എനിക്ക് വട്ടാവുന്നു. നീ മതിയായി. ഞാൻ വേറെ ഒറ്റയ്ക്കായ പോലെ. പിന്നെ നിന്നെ കാണാൻ പാസ് എടുക്കണം, ക്യൂ നിൽക്കണം, 5 മിനിറ്റ് കൂടുതൽ മിണ്ടാൻ പാടില്ല. ഇപ്പം തന്നെ ഒരു പറഞ്ഞു കിട്ടില്ല. അത് നമുക്ക് പോവാം. தலை நிக்கல போல. இல்ல அது ரெண்டு இருக்கும்ல, ஹிப் பாட்டம், அதுக்கப்புறம் நெக் பாட்டம், நெக்ல இருந்து போல வழியே இல்லையடா. எவ்வளோ வந்துச்சு, இதுக்கெல்லாம் இது கிடையாது சொல்யூஷன். വണ്ടി കയറിയാലോ? ഞാൻ എടുക്കാം. ഓക്കെ അല്ലേ? ഓർഡർ ചെയ്യുവനെ? എല്ലാം ഓക്കെ. ഇപ്പം ഞങ്ങൾക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം. ഇനി ഞങ്ങളങ്ങോട്ട് പ്രേമിക്കാൻ പോവാ അല്ലേ? നീ ചില്ലായിരിക്കടാ, എല്ലാം ശരിയാവും. ഇത്രയൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ. നീ ചെറിയായിട്ട് ഇറങ്ങണം കേട്ടാ. ഇറങ്ങാൻ ചേട്ടാ. ഓക്കെടാ, ചേട്ടാ എടുക്കട്ടാ. Black coffee. സ്പെയിനിലൊരു പെങ്കൊച്ചുണ്ടാക്കി തരുന്ന പോലത്തെ കാപ്പി, അതേ ടേസ്റ്റ്.
ചീത്ത പറഞ്ഞല്ലേ, താങ്ക് യു. ഇപ്പം നീ പറഞ്ഞ പോലെ ആയില്ലേ, 3 നേരം ഭക്ഷണം, തുണി അലക്ക്, വീട്ടുപണി, ഫുൾ ടൈം നിന്റെ കൂടെ ഇരിക്കുന്ന പരിപാടിയല്ലേ? അപ്പയല്ലേ? ഏയ് എന്നിപ്പോ പുതിയ പരിപാടി അല്ല ചോടത്തേക്ക് ഇടത്തേക്ക് ആലോചിച്ചിട്ടാണോ? എന്നെ വിട്ടിട്ട് പോടി. ஏன்னா பேச முடியாதுடா. தெரியலடா, நெக்கில் இருந்து இதாக இருக்குல்ல, கூகுள் கார்டு கூட இதாக இருக்கலாம். மதுரம் yet another good feel good movie. வாழ்க்கையில் எல்லா இன்ப துங்க எல்லாம் இருக்கணும். அதை அப்படியே ஸ்வீட்னஸ்ஸாக சொன்ன மாதிரி நல்லா போயிட்டு இருந்தது. எப்படி சொல்றது, நீ ஃபுல்லா உனக்கு சந்தோஷமே இருக்கும்னு நினைக்கக்கூடாது. ஒரு கஷ்டம் வந்து அடிச்சுட்டு போவோம், அதை தாண்டி போறது தான். எல்லாருமே ஃபர்ஸ்ட் நம்ம கூட லிங்க் பண்ணிட்டாங்க. அது ரூம்ல வச்சு எல்லாருக்கும் ஒரு ப்ராப்ளம் இருக்கு அப்படி சொல்லிட்டாங்க. சொல்லி ஆனா அது வந்து ஒரு குட் ஃபீல், நல்லா ஹாப்பியா பண்ணி ஜாலியா பண்ணிச்சு. ஆனா ஒருத்தர் பின்னாடி அவ்வளோ கஷ்டம் இருக்கிறது போக போக தான் தெரிஞ்சுது. ஜோஜுவே நல்லா ஜாலியாக தான் காட்டிட்டு இருந்தாங்க. ஆனா அப்படியே செகண்ட் ஹாஃப் நாங்கள் வேலை செய்யறாரு நினச்சிருந்தேன் நானும் அதான் ஹாஸ்பிட்டல் வேலை செய்ய கட்சியில் பார்த்தா இவரும். ஆனால் வந்து என்னன்னா டாக்டர் கட்சியில் சொன்ன மாதிரி தான் சந்தோஷமாகவே இருக்கும்னு சொல்ல முடியாதுடா வாழ்க்கை. கொஞ்சம் சேடாகவும் போகும், கஷ்டமும் வரும். அதுவும் சேர்ந்தா தான் வாழ்க்கை. போயிட்டு வாழ்க்கையை வாழு. ஏன் இப்படி நிக்கிலா விமல் வந்து ஒரே இதில் முடிச்சு விட்டாங்க. அவங்க வந்து உங்களை பார்த்துட்டு இருக்கணும் தான் நினைப்பாங்க. அதே மாதிரி இவங்க பார்த்துட்டே தான் வராங்க. ஒரு வேற எங்கேயுமே பார்த்துட்டு இருக்காங்க. வந்து நல்ல அதுதானே அவங்களும் எதிர்பார்த்தாங்க. போய் 8 மாசம் போயிட்டு வருவேன், 4 மாசம் வரத்துக்குள்ள என்ன யாருன்னா கல்யாணம் பண்ணி வச்சிருவாங்களா அப்படிலாம் யோசிக்கல. நான் போக மாட்டேன் அப்படின்னு கீழே விழுறதுக்கு முன்னாடி அவங்க அதுதான் சொன்னாங்க, இங்கே வீட்லயே என் கூடயே இருந்துரு, நம்ம 2 பேரும் ஒன்னாவே இருக்கலாம். இப்போ கட்சியில் அதே மாதிரி தான் நல்ல ரிட்டர்ன், ரைட்டிங் நல்ல பண்ணியிருக்காங்க. நல்ல ரிட்டர்ன். ஏன்னா எனக்கு ஒரு இடம் மட்டும் எங்கே ரொம்ப இதுவாச்சுன்னா வந்து ஹாஸ்பிட்டலில் ரிட்டர்ன் ஸ்டோரியை வந்து ஸ்பின் பண்ணது தான். இப்போ இதே ஸ்பின் வந்து நீ வேற நேரத்தில் இப்போ இது வந்து ஒரு ட்ரெயினில் நடக்கிற மாதிரியோ இல்லை பார்க்கில் வந்து மீட் அந்த மாதிரி வச்சிருக்கோம். பட் ஆனால் அந்த ஹாஸ்பிட்டல் சூஸ் பண்ணது வந்து ஹாஸ்பிட்டலில் இருந்தால் வெயிட்டிங் ரூம் பக்காவாக இருந்தது. அது சூப்பராக இருந்தது. ஒவ்வொரு கேரக்டர்ஸ் அங்கேயும் சில அங்கே இருக்கிற ஸ்டோரிஸை நோட் பண்ணியிருக்கேன். ஏன்னா அந்த இடத்துல நிறைய ஸ்டோரிஸ் இருக்கும். ஏன்னா பேசி பேசி ஷேர் பண்ணுவாங்க கதை. அங்கே தான் நிறைய ஸ்டோரிஸ் இருக்கும். வந்து அந்த பையன் கூட அவன் ஜாலியாக இருந்தான். அவங்க அப்பா இதில் இருக்காங்க, அது கூட அவன் ரொம்ப இது பண்ணிக்கல. பட் அது சொன்னோன்னே அப்படியே மாறிட்டாங்க. அதே மாதிரி இந்திரன்ஸ் ஸ்டோரி அவரு ஜாலியாக சொல்லிட்டு இருக்காரு. ஆனால் இவன்ட்டு கடைசியில் அவங்க ஒய்ஃப் சரியாயிடுச்சு தான் நினைக்கிறேன். இல்லை அவரு சொன்னா நான் சொன்னா தப்பா எடுத்துக்க மாட்டேன்ல அப்படின்னு. தப்பா தான் எடுத்துக்கோம் போய் அதனால அவர் சொல்லாம போனாரு. சின்ன சின்ன விஷயங்கள் வந்து சூப்பரா இருந்தது. ஏன்னா இப்போ நானே நினைச்சா அவங்களுக்கு சரி செத்துட்டாங்க போல இந்திரன்ஸோட நினைச்சேன். ஆனா வெற்றி ஒண்ணு சொன்னா பாரு, இல்லடா இவங்க 2 பேர் அவங்க 2 பேர் ஒன்னா இருக்கிறது இவரு பார்த்தாருன்னா கஷ்டப்படுறாரு. அவர் சொல்லிட்டு போனாரு, நான் இப்போ என் கூட நீ வரணும்னு தான் ஆசைப்படுறேன், ஆனா வேண்டாம் நீ வராது, கரெக்டா இருக்காது, நீங்க இரு நான் போய்க்கிறேன். ஏன்னா அவரு எப்பவுமே மென்ஷன் பண்ணும்போது 40 இயர்ஸ் இவங்க வந்து ஒரு 3 days தான். அது நல்ல. அதே மாதிரி இந்த பக்கம் அர்ஜுன் அசோகனு இவங்க ஸ்டோரி. ஆனா ஒரு எப்படி சொல்றது, படத்துல 70% வந்து இவங்க தான் இருந்துச்சு, ஜோஜி தான் இருந்துச்சு. ஒரு பிரியாணியில ஸ்டார்ட் பண்ண ஸ்டோரி, மலபார் பிரியாணி ஸ்டார்ட் ஆச்சு. ஆனா இப்போ கிளைமேக்ஸ்ல மலபார் பிரியாணி ஊட்டி விட்டு இருந்தாருன்னா அங்க நான் என்ன த்ரோ வச்சிருந்தேன், கொஞ்சம் காசு சேர்த்து வெனிஸ் கூட்டு போவாரு. இல்ல ஏடி வந்து பாத்தியா அப்படியே சமைக்கிறேன். வெனிஸ்ல போய் மலபார் பிரியாணி சாப்பிட்டு இருந்தாங்கன்னா நல்ல இல்ல சூப்பரான ஒரு ஃபீல் கொடுறாரு. ரொம்ப எக்ஸாஜரேட்டும் பண்ணல, எனக்கு அதுதான் வந்து ரொம்ப பிடிச்சிருந்துச்சு. ஆக்டிங் வாய்ஸும் சரி, ரொம்ப எக்ஸாஜரேட் பண்ணல. அதுதான் ஒரு சைடு வந்து லவ் ஸ்டோரி, ஒரு சைடு அரேஞ்ச் மேரேஜ். அவங்களுக்குள்ள இருக்கிற அந்த அண்டர்ஸ்டாண்டிங் இல்லாம மதுரையில வந்து பாஸ்கெட் பால் ப்ளே பண்ணிக்கிறாங்க நடுவில். நல்ல அவங்க என்ன பண்ணிக்கிறாங்க, மதுரையிலாவை இம்ப்ரெஸ் பண்றதுக்காக தான் சமைக்க ஆரம்பிச்சு. இவரு சமைக்கிற பாத்திரம் எத்தனை வந்து திரும்பி எனக்கு ஸ்டார்டிங்ல அது ஏன் ஏத்திக்காம அதுக்கு எதுக்கு வெயிட் பண்ண சொல்லுவோம். ஆனா வேஸ்ட் பண்ணிட்டான் இவ்வளவு நாள். அவன் என்ன
ஒத்துக்கவே மாட்டேன்டா நானு. டென்ஷன் ஆகுறேன் எனக்கு. நிக்கிலா விமலே அவாய்ட் பண்ண ஆரம்பிச்சிட்டான். நிக்கிலா விமலுக்கு டைவர்ஸ் கொடுக்குறேன். நல்ல ஃபீல் மூவி. ஆனா இது ஃபீல் குட்ன்றது ஏன் ஃபீல் குட்னா லைஃபோட பாசிட்டிவ் மட்டும் பார்க்க கூடாது, நெகட்டிவும் இருந்தால் தான் அது லைஃப். அப்போ அந்த மாதிரி படம் மாட்டுது. ஹோமு, விக்ருதி, அப்புறம் வந்து அந்த இந்த படம் ஃபாஃபா படம்டா, பிரேம்ஜிலாம் வருவார் ஒர்க்கு நார்த் 24க்கு. அது அப்புறம் இந்த படம் அப்படி அப்படியே அங்கங்கே மாட்டுது. இது எப்படின்னா இப்போ எல்லா படத்தோட காமன் பார்த்து எல்லாரும் ஒரு பாயிண்ட் ஆஃப் வியூலே இருப்பாங்க, அதுதான் லைஃப் அப்படியே தான் போகும். பட் நடுவில் யாராவது ஒருத்தர் வந்து நம்ம கிட்ட பேசுவாங்க, ஓ லைஃப்னா இப்படி அப்படியே உடச்சி விட்ருவாங்க. ஸோ அந்த மாதிரி தான் எனக்கு இந்த மூவி வந்து ஃபீல் ஆச்சு. நம்ம என்ன பண்ணோம், ஹாப்பியாக இருக்கு, வரிசே இல்லாமல் இருக்கிறது தான் லைஃப்னு நம்ம நினச்சிட்டு இருப்போம். நம்ம என்னன்னா ஒரு ஸ்ட்ரெஸ் ஃப்ரீ லைஃப், வரிஸ் இருக்கக்கூடாது, பிரச்சனை இருக்கக்கூடாது, அதை நோக்கி தான் ஒன்று. ஆனால் நிறைய பேர் என்ன சொல்லலாம், பிரச்சனையே வந்தால் தான்ப்பா வாழ்க்கை. ஸோ வந்து நம்ம வந்து அப்பப்போ அட்டாக் ஆன் டைட்டன்ஸ் வந்து பார்த்து ஜாலியாக இருக்கும். ஆனால் வந்து அது பார்த்துட்டே இருந்தோன்னா அந்த ஜாலியிலே நம்மளுக்கு வந்து டவுன் தெரியாது. ஸோ அப்பப்போ வந்து சில கிளாசிக்ஸும் நம்ம பார்க்கணும். அப்போ தான் வந்து அந்த டவுன் ஃபீல் வந்துட்டு மேலே போகும்போது அந்த ஹை நல்லா. அட்டாக் ஆன் டைட்டன் பார்த்துட்டே இருக்கும், அட்டாக் அடலன்ஸ் பார்க்க அது ஒரு பீக்கில் போயினே இருக்கும்போது நம்ம டப்புன்னு வந்து டார்க் காமெடி பார்த்துட்டு வரும்போது அப்போ தான் தெரியும் ஓகே. சில ஸ்க்ரூ பால் கல் கிளாசிக்லாம் பார்க்கும்போது டவுன் ஆகும். அப்போ மறுபடியும் அட்டாக் ஹைப் நமக்கு ஏறும். ஸோ அந்த ஃபீல் வரணும்னா நம்ம கொஞ்சம் சொல்லுவாங்கல்ல, கஷ்டம் இருந்தால் தான் சந்தோஷத்தோட வேல்யூ தெரியும் அந்த மாதிரி. ஸோ வந்து இந்த படம் ரொம்ப அருமையான படம், எல்லோரும் பார்க்கணும். மதுரம் வந்து பார்க்காதவங்க வந்து பார்த்தவங்க வந்து பார்க்க சொல்லுங்கள், பார்த்தவங்க வந்து ரியாக்ஷன் பாருங்கள். எல்லாரும் சொல்லுவாங்க கஷ்டமே இருக்கும்போது இது எப்படின்னா சந்தோஷமா இருக்கும்போது பார்த்தாலும் இந்த படத்தோட பெர்ஸ்பெக்டிவ் நம்மளோட பெர்ஸ்பெக்டிவ் மாற்றி விடும். சோகத்திலே இருக்கும் போது நம்ம இது பண்ணாலும் இது இந்த பெர்ஸ்பெக்டிவ் அந்த மாதிரி. ஸோ கைஸ், நம்ம இந்த ஒரு அருமையான ஒரு மூவி பார்த்தோம். நம்ம அடுத்த வாரம் வந்து இதுக்கப்புறம் எப்போ வந்து மாட்டை பொறுத்த எதுவுமே படம் இல்லை இப்போ நம்ம பீக்கில் இருக்கோம், ஸ்க்ரூ பால் போயிட்டு ஸோ வந்து இன்னொரு அருமையான படம் வந்து அடுத்த வாரம் பார்க்கலாம். அது வந்து சரி சொல்கிறா வெற்றி சைனிங் ஆஃப்.